വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം. അത് നമ്മുടെ ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിന് ചേരുന്ന ഒരു വേദഭാഗമാണ്. ഇന്ത്യയിൽ വർത്തമാന കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ദുരിതങ്ങളും ദുരന്തങ്ങളുമൊക്കെ ഈ വചനത്തിനകത്തുണ്ട്. ആ ഒരു വിഷയത്തിലേക്ക് നേരെ അങ്ങ് വരാം. പൗലോസ്ലീഹ മുമ്പൊരിക്കൽ ആസിയിൽ പ്രസംഗിക്കരുത് എന്ന് വിലക്കുണ്ടായിരുന്നു. അവിടുന്ന് അദ്ദേഹം കപ്പൽ കയറി ത്രോവാസൊക്കെ കടന്ന് ഫിലിപ്പിയിലേക്ക് പോവുകയാണ്. തദനന്തരം അനവധി കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം ആസിയയിലെത്തി. ഇന്ന് തുർക്കി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ബൈബിളിൽ ആസിയ എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ മനസ്സിലിരിക്കുന്ന ഏഷ്യ മൈനർ അല്ല ബൈബിളിൽ പറയുന്ന ആസിയ അല്ലെങ്കിൽ ഏഷ്യ. ഈ തുർക്കിയുടെ ഭൂപ്രദേശങ്ങളിൽ അദ്ദേഹം വളരെ പ്രവർത്തിച്ചു വരും കാലത്ത് വളരെ വിചിത്രമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ആ സംഭവം ചിന്താർഹമാണ്. അത് എഫസോസ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ അദ്ദേഹം പ്രവേശിക്കുന്നു. ബൈബിളിൽ എഫേസ്യ അല്ലെങ്കിൽ എഫസോസ് ഈ പേരുകളിൽ ഈ സ്ഥലമുണ്ട്. ഈ എഫസോസ് എന്ന പട്ടണത്തിനൊരു പ്രത്യേകത, ഇത് ഒരു വലിയ വാണിജ്യ നഗരമാണ്. വാണിജ്യം എന്ന് പറയുന്നതിനേക്കാൾ ഒരു സമ്പന്ന നഗരം. കാരണം കൊമേഴ്സ് അല്ലെങ്കിൽ വാണിജ്യം കൊണ്ട് വളർന്ന നഗരമല്ല. കൊരിന്ത് കച്ചവടം അഥവാ വാണിജ്യം കൊണ്ട് വളർന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ കൊരിന്ത് ഇന്നത്തെ യൂറോപ്പിൻ്റെ ഭാഗമാണെങ്കിൽ അല്ലെങ്കിൽ തുർക്കിയുടെ ഒക്കെ അങ്ങേ ഭാഗമാണെങ്കിൽ ഈ എഫസോസ് പക്ക ഒരു അന്നത്തെ ഏഷ്യ മൈനറിൻ്റെ ഭാഗമാണ്. അവിടുത്തെ സമ്പദ്സ്ഥിതിയെക്കുറിച്ചൊരു വാക്ക് പറയാം. നമുക്ക് ഏതൻസ് എന്നൊരു സ്ഥലമുണ്ട് ബൈബിളിൽ, അഥേന. അത് ഗ്രീസിലാണ്. അപ്പോസ്തലപ്രവൃത്തി 17 ഏതൻസിൽ പൗലോസ് പ്രസംഗിക്കുന്ന ഭാഗമുണ്ട്. അത് അറിവും പാണ്ഡിത്യവുമുള്ള ആളുകളുടെ നഗരമാണ്. ഗണിത ശാസ്ത്രജ്ഞന്മാരുടെയും തത്വചിന്തകന്മാരുടെയും ഒക്കെ നഗരമാണ് ഏതൻസ്. കൊരിന്താകട്ടെ ഒരു വലിയ തുറമുഖ പട്ടണം, വ്യാവസായിക പട്ടണം, വിലപിടിപ്പുള്ള പരവതാനികൾക്കും തുണിത്തരങ്ങൾക്കും പേരുകെട്ട ഒരു പട്ടണം. ഇതുപോലെ എഫസോസിലേക്ക് വന്നാൽ അതും വലിയൊരു സമ്പന്ന നഗരം. ഈ നാടിൻ്റെ സമ്പത്തും അതിൻ്റെ പ്രൗഢിയും നിമിത്തം ഈ നാടിനെ പറഞ്ഞു വന്നൊരു പേര് ദ ട്രഷറി ഓഫ് ഏഷ്യ എന്നായിരുന്നു. ഏഷ്യയുടെ മൊത്തം ട്രഷറി, ഏഷ്യയുടെ ഖജനാവ് എന്നൊക്കെ പറഞ്ഞു വന്നു. ചിലരിതിനെ ഏഷ്യയുടെ വെളിച്ചം, ഏഷ്യയുടെ വിളക്ക് എന്നും പറഞ്ഞു. അപ്പോൾ നല്ല പേരുണ്ട്, ഏഷ്യയുടെ വിളക്ക്, ഏഷ്യയുടെ വെളിച്ചം. ആ നഗരം സമ്പന്നമാണ് എന്ന് പറഞ്ഞു. വാണിജ്യമല്ല ഇതിലെ കാരണം. നേരിട്ട് വാണിജ്യം അവിടെയൊക്കെ ഉണ്ട്, പക്ഷെ പ്രധാനം അതായിരുന്നില്ല. 3 സുപ്രധാന കാരണങ്ങൾ ഈ എഫസോസിനെ സമ്പന്നമാക്കി. ഒന്ന്, എഫസോസിൽ അവർ ആരാധിച്ചു പോന്നിരുന്ന ഒരു ആധ്യാത്മിക ശക്തി ഉണ്ട്. അതല്ലെങ്കിൽ എഫസോസുകാർ ഒരു മൂർത്തിയെ, ഒരു സ്ത്രീ ഭാവമുള്ള, സ്ത്രൈണ ഭാവമുള്ള ഒരു ദേവത സങ്കല്പത്തെ ആരാധിച്ചു ബഹുമാനിച്ചു പോന്നു. ആ പട്ടണം തന്നെ ആ സ്ത്രീക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച ഒന്നാണ്. അവരുടെ പേര് അർത്തമിസ് എന്നാണ്. അർത്തമിസ്. ഈ അർത്തമിസിന് റോമക്കാർ അഫ്രോഡിറ്റസ് എന്ന് പേരിട്ട് വിളിക്കും. ഈ അഫ്രോഡിറ്റസ് അല്ലെങ്കിൽ അർത്തമിസ് എന്ന പേരുള്ള ദേവതയ്ക്ക് റോമക്കാർ മഡോണ പേര് മിനർവ എന്നായിരുന്നു. പല പേരുകളിൽ അവരറിയപ്പെട്ടു. ഓരോ രാജ്യങ്ങളിലും ഓരോ തരം പേരിൽ അറിയപ്പെട്ടു. ഇന്ത്യയിലുമുണ്ട് അർത്തമീസിൻ്റെ വേർഷൻ. അത് നിങ്ങൾ യഥോചിതം പഠിച്ചാൽ മതി ആരാണ് എന്താണെന്നൊക്കെ. അപ്പോൾ അർത്തമിസ് എന്ന് പറയുന്ന ആ ദേവതാ സങ്കല്പത്ത് ആളുകൾ ബഹുമാനിച്ചു. അപ്പം നിങ്ങൾക്ക് തോന്നും അതിലെന്താണ് കാര്യം, എല്ലായിടത്തും ഇതൊക്കെ ഉണ്ടല്ലോ. അത് അതിനപ്പുറത്തൊരു അർത്ഥം ഇതിനുണ്ട്. എന്തെന്നാൽ അർത്തമീസിൻ്റെതായ ഒരു പടുകുറ്റൻ ബിംബം നിലനിൽക്കുന്ന ഒരു ആരാധനാതന്ത്രം അവിടെയുണ്ട്. ഈ അർത്തമിസ് ബിംബത്തിനൊരു പ്രത്യേകത,
ഇതിൻ്റെ ഭീമാകാരമായ വലിപ്പ നിമിത്തം ആളുകൾ അല്ലെങ്കിൽ അതിലെ കർമ്മികന്മാർ ആളുകളെ പറഞ്ഞു പഠിപ്പിച്ചത് ഇത് മനുഷ്യനുണ്ടാക്കിയതല്ല, മറിച്ച് ഇതൊരു സ്വർഗീയ രാജ്ഞിയായിരുന്നു. ഈ സ്വർഗീയ രാജ്ഞി മനുഷ്യരോട് പ്രീതി തോന്നിയിട്ട് ഈ എഫസോസ് പട്ടണത്തിൽ വന്നു വീണു. ഈ ബിംബം സ്വർഗത്തിലുണ്ടായിരുന്ന ബിംബമാണ്, അത് ഭൂമിയിൽ വന്നു വീണു. അപ്പോൾ ഈ ദേവതയുടെ പ്രതിമയ്ക്ക് ഒരു പ്രത്യേകത, ഒരു പൊതുജനസമക്ഷം വിശദീകരിക്കാൻ കൊള്ളാത്ത വിധത്തിൽ ഇതിൻ്റെ ബിംബം പരിപൂർണമായും ഒരു നഗ്ന സ്ത്രീ പ്രതിമയായിരുന്നു. നഗ്നപ്രതിമ എന്ന് പറഞ്ഞാൽ പോരാ, അവളുടെ സ്ത്രൈണഭാവത്തെ കൂടുതൽ യോജിപ്പിക്കുന്ന തരത്തിൽ ഒരല്പം മ്ലേച്ഛമായ വിധത്തിൽ ഒരു ഭീകര പ്രതിമ നിർമ്മിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവൾ ദ്യോവിൽ നിന്ന് വീണു എന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നു. ദ്യോവ് ആകാശം, ആകാശത്തുനിന്ന് വീണു എന്ന് പറയുക മാത്രമല്ല, ഇവരെ ഇതിനെ ചുറ്റിപ്പറ്റി ധാരാളമായ ഐതിഹ്യങ്ങളും വിശ്വാസാചാരങ്ങളും നിലനിന്നിരുന്നു. അതിലൊന്ന്, ഈ സ്ഥാപനത്തിൽ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം സ്ത്രീകൾ കാർമ്മിക ശുശ്രൂഷ ചെയ്യുന്ന, അവരുടെ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന ആളുകളായി ഏറ്റവും അധികം ഉണ്ടായിരുന്ന സ്ഥലം എഫസോസ് ആയിരുന്നു. എഫസോസിലെ ഈ അർത്തമീസിനെ പൂജിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ ജനത്തിൻ്റെ അന്തേവാസികളുടെ കണക്ക് ഒരു ഘട്ടത്തിൽ 16,000 ആയിരുന്നു എന്ന് മനസ്സിലാക്കണം. 16,000-ത്തിലധികം സ്ത്രീകൾ കാർമ്മികന്മാരായിട്ടോ കാർമ്മിക ശുശ്രൂഷ ചെയ്യുന്നവരായിട്ടോ അതല്ലെങ്കിൽ അന്തേവാസികളായിട്ടോ പരിശീലകരായിട്ടോ അവിടെ ജീവിച്ചു വന്ന ഒരു വലിയ ക്ഷേത്ര സമുച്ചയമായിരുന്നു ഈ പറയപ്പെടുന്നത്. എന്തിനാണ് ഇത്രയും പറഞ്ഞത്? ഇവിടെ നടക്കുന്ന ആരാധനാ രീതികളാകട്ടെ ഒരു പൊതുസമൂഹത്തിൽ പറയാൻ കൊള്ളാത്ത വിധം മ്ലേച്ഛവും മലിനവുമായിരുന്നു. അധാർമികതയിൽ അധിഷ്ഠിതമായ ദുസ്സംസർഗങ്ങളിലൂടെ ആ അർത്തമീസിനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി വൾഗറായ ചീത്തകൾ പരസ്പരം പറഞ്ഞും അത് ആരാധനയുടെ ഭാഗമാക്കുകയും ചെയ്യുന്ന രീതി അവിടെ നിലനിന്നിരുന്നു. മാത്രമല്ല, ഇങ്ങനെ ഈ ദേവാലയത്തിനുള്ളിലെ സ്ത്രീകളോട് അശുദ്ധ സംസർഗത്തിന് പുരുഷന്മാർക്ക് വരാമായിരുന്നു. അങ്ങനെ കുട്ടികൾ ഉണ്ടാകുന്നതും അവർ തെറ്റായി കണ്ടില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ ഉണ്ടാകുന്നത് ഒരു ആൺകുട്ടിയെങ്കിൽ ആ കുട്ടിയെ തെരുവിലേക്ക് ഉപേക്ഷിച്ച് കളയാണ് പതിവ്. അതിൽ ചിലത് ചത്തുപോകും, ചിലത് ഈ ചെളിവെള്ളം കുടിച്ചും ആളുകൾ വലിച്ചെറിയുന്ന എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ക്രമേണ വളരും. ഭൂരിപക്ഷം പിള്ളേരും മരിച്ചു പോകും, ചിലർ ശേഷിക്കും. അപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ ഇവർ ഇതേ സ്ഥാപനത്തിൽ തന്നെ വളർത്തും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ഈ സ്ഥാപനം അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരെ മ്ലേച്ഛമായ പ്രവൃത്തികൾക്ക് വേണ്ടി അർത്തമീസിന് സമർപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. അർത്തമീസിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ലൈസൻസ്ഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന സ്ഥലമായി ആ മേഖല മാറുകയാണ്. അപ്പോൾ അവിടെ ഉള്ള തിക്കും തിരക്കും, കടകമ്പോളങ്ങൾ, മറ്റിതര തീർത്ഥാടകരുടെ വരവ്, ഇതൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാം. ഈ ഒറ്റ കാര്യത്തിൽ മാത്രം നിന്ന് വിശദീകരിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ബാക്കി 2 കാര്യങ്ങൾ കൂടിയുണ്ട്. സമയപരിധി കൊണ്ട് ആ ചരിത്രം ഞാൻ വിടുന്നു. ഇത്രയും നിങ്ങൾക്ക് പിടികിട്ടി. ഈ സ്ഥലത്തേക്ക് അപ്പോസ്തലൻ ചെന്നു. ഇനി ഓർമ്മ വന്നതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം. ഈ തെരുവിൽ വലിച്ചെറിയുന്ന കുട്ടികളുണ്ടല്ലോ, ഈ കുട്ടികൾ അവിടെ നിന്ന് കുറേ നാൾ കഴിയുമ്പോൾ ഇവരെ നോക്കാനൊന്നും ആരുമില്ല. ഇവർ കൂട്ടം ചേർന്നുകൊണ്ട് ആക്രമണകാരികളായി അടുത്തടുത്ത കടകമ്പോളങ്ങളിൽ കടന്ന് ഇഷ്ടപ്പെട്ട ഭക്ഷണം എടുത്ത് കഴിക്കുക, സ്ത്രീകളെ ഉപദ്രവിക്കുക, വളരെ തെറ്റായ ഒരു ജീവിത പ്രവണതയ്ക്ക് അവർ വശംവദരാകുകയും അവരെ ആളുകൾ അർത്തമീസിൻ്റെ മക്കൾ എന്ന് പരിഹസിച്ച് വിളിക്കുകയും ചെയ്യുമായിരുന്നു. അർത്തമീസിൻ്റെ മക്കൾ എന്ന് കേട്ടാൽ തെറ്റെന്ത് എന്ന് ആളുകൾ ചോദിക്കും. അർത്ഥം ഇത്രയേ ഉള്ളൂ, അപ്പനാരാണ് അമ്മ ആരാണെന്നൊന്നും അറിയാത്ത അർത്തമീസിൻ്റെ മക്കൾ. പണ്ട് ഗാന്ധിജി ചിലരെ ഈ ദൈവത്തിൻ്റെ മക്കൾ എന്നൊക്കെ വിളിച്ചതും തത്തുല്യമായ ഒരു നിലയിൽ തന്നെയായിരുന്നു. അത് ചിലരൊക്കെ ആദരവോടെ ഏറ്റെടുത്തപ്പോൾ അംബേദ്കറെ പോലുള്ള ആളുകൾ അതിൻ്റെ ഉള്ളടക്കം പറഞ്ഞ് തിരുത്തി കൊടുത്തു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ സംശുദ്ധി നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിലല്ല എന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് തത്തുല്യമായ അളവിൽ അപ്പനാര് അമ്മയാര് എന്നൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അനാഥത്വം പേറുന്ന തെരുവോരത്തെ കുട്ടികളെ അങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട് അവരും അവിടെ കഴിഞ്ഞു വന്നു. അപ്പോൾ പിന്നെയും ഉണ്ട് ഒത്തിരി കാര്യങ്ങൾ. ഈ നാട്ടിൽ മന്ത്രവാദത്തിന് പേരുകെട്ട ഒരു സ്ഥലമായിരുന്നു. മന്ത്രവാദവുമായി ബന്ധപ്പെട്ട മറ്റിതര കാര്യങ്ങൾ, പാമ്പുകളെ വളർത്തിക്കൊണ്ട് പാമ്പുകളെ കൊണ്ട് വിഷചികിത്സ ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനം ഇത് എഫസോസിൽ നിലനിന്നിരുന്നു.
കൂടാതെ ഒരു കായിക മാമാങ്കം നടന്നിരുന്നു. അത് മനുഷ്യനും പരിശീലനം സിദ്ധിച്ച കാളകളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു കലാപ്രകടനം. ബൈബിളിൽ ഇതിനും സൂചനയുണ്ട്. അപ്പോൾ ഇന്ന് 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഞാൻ എഫസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യമെന്ന് വരികിൽ. അപ്പോൾ അവിടെ മൃഗയുദ്ധത്തിൻ്റെ സ്ഥലമായിരുന്നു. മല്ലനും മനുഷ്യനും തമ്മിൽ ഏറ്റുമുട്ടി ചോര ചിതറുന്ന ഒരു വല്ലാത്ത മേഖല. അങ്ങനെ ഈ എഫസോസിൽ ഈ കായിക മാങ്കം കാണാനെത്തുന്നവരുടെ തിക്കും തിരക്കും ഈ നാടിനെ സമ്പന്നമാക്കി. മാത്രമല്ല, ഈ എഫസോസിൽ അർത്തമീസിന്റെ ദേവാലയത്തിലേക്ക് വന്നെത്തുന്ന ആളുകളുടെ അംഗസംഖ്യ ആ നാടിനെ കൂടുതൽ ജനനിബിഡമാക്കുകയും ആളുകൾ കൂടുതൽ വരുന്നത് കൊണ്ട് തന്നെ കടകമ്പോളങ്ങളും ഇതുപോലെ വഴിപാട് സാമഗ്രികൾ വിറ്റഴിക്കുന്ന കടകളുമൊക്കെയായിട്ട് ഇത് വളരാൻ തുടങ്ങി. അതുപോലെ തന്നെ ദൂരെ മാറിയിട്ട് മാന്ത്രികന്മാർ പാർക്കുന്നൊരു മേഖലയുണ്ട്. അവിടെ ഇത്തരം വിഷചികിത്സകൾ, മാരകമായ മാന്ത്രിക ഉച്ചാരണങ്ങൾ, മന്ത്രവാദത്തിൻ്റെ ശക്തിയും ആഭിചാര കർമ്മങ്ങളും ഒക്കെ ആ സ്ഥലത്ത് നിലനിന്നിരുന്നു. അപ്പോൾ ഭീകരമായ ഈ സ്ഥലം ചൂണ്ടിക്കാട്ടി ആസിയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ടെത്തിക്കുമ്പോൾ ദൈവവിളിയുള്ള ഒരു ദൈവവൃത്യൻ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പുറത്ത് ഞാനും നിങ്ങളും ഒരു തിമോത്തിയോസും ഒരു തിത്തോസും ഒരു ലൂക്കോസും ഒരു പൗലോസും എന്നൊക്കെ അറിയപ്പെടുന്ന 2-3 പേർ മാത്രമാണെങ്കിൽ, മറുവശത്ത് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന അർത്തമീസിന്റെ അനുഗാമികളും ധാരാളം സമ്പത്തും ആയുധ പരിശീലകരും ഏറ്റുമുട്ടാൻ കൽപ്പുള്ള വലിയ സന്നാഹങ്ങളുമാണെങ്കിലും അതിൻ്റെ ഒന്നും മുമ്പിൽ തലകുനിക്കാതെ ആർജവത്തോടെ, അന്തസ്സോടെ, ആത്മാഭിമാനത്തോടെ ക്രിസ്തു തന്നെ ദൈവപുത്രൻ എന്ന് തെളിയിച്ചുകൊണ്ട് അപ്പോസ്തലന്മാർ ഒരു വട്ടം ഈ എഫസോസിന്റെ മണ്ഡലത്തിൽ തലങ്ങും വിലങ്ങും സുവിശേഷത്തിന്റെ വൈജയന്തി എന്തിക്കൊണ്ട് നടന്ന ഘട്ടത്തിൽ അർത്തമീസിന്റെ ആരാധനാലയങ്ങൾക്ക് ഇളക്കം സംഭവിച്ചിട്ട് അതിന്റെ അനുഗാമികൾ പലരും അത്തരം ജീവിതചര്യകളോട് എന്നേക്കും വിട പറഞ്ഞിട്ട് ശാശ്വതമായ സമാധാനം ക്രിസ്തുയേശുവിൽ കണ്ടെത്തിയപ്പോൾ അവിടെ ഉടലെടുത്ത പ്രതിലോമകരമായ സംഭവങ്ങളുടെ പരമ്പരയാണ് ഈ പുസ്തകത്തിന്റെ 19-ാം അധ്യായത്തിൽ 22 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. എന്തിനാണ് ഞാൻ സൂചിപ്പിച്ചത്? മറുവശത്ത് ഒരു സൈന്യമുണ്ടാകാം, ആഭിചാര ശക്തികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ കർമ്മകാണ്ഡങ്ങളുടെ മണ്ഡലത്തിലൂടെ സഞ്ചരിച്ച് അതാണ് ശരിയെന്ന് പറയുന്ന പലതരത്തിലെ വാഗ്വാദങ്ങൾ ഉണ്ടാകാം. ഇപ്പുറത്ത് നിങ്ങൾ എണ്ണം കൊണ്ട് ചുരുക്കമെങ്കിലും നമ്മിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയുടെ സവിശേഷത കൊണ്ട് പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത ദൈവസഭയുടെ ആത്യന്തിക സത്യം അവിടെ സ്ഥാപിച്ചിട്ടേ മടങ്ങുവെന്ന ഉത്കടമായ തോന്നലാണ് ഒരാളുടെ ദൈവവിളിയെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ആ വിളി കെട്ടിറങ്ങി തിരിച്ച പ്രിയപ്പെട്ടവരെ, നമ്മെ വിളിച്ച, നമ്മെ ബോധ്യപ്പെടുത്തിയ, തന്റെ വിലക്കാക്കിയ മഹാദൈവത്തിന്റെ പ്രവൃത്തിക്ക് മുമ്പിൽ ഇന്ന് രാത്രി ആദ്യ ദിവസം തന്നെ സുവിശേഷം കേൾക്കാൻ അടുത്തു വരുമ്പോൾ യാതൊരുവിധ ഒത്തുതീർപ്പുമില്ലാതെ ഉലകത്തോട് ആ സുവിശേഷത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെ ബോധ്യപ്പെടുത്താം. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമമാണ്. അതിനെ ഉയർത്തുന്നതാണ് സുവിശേഷം. ഹല്ലേലൂയ. ഉദ്ഘാടകൻ സുവിശേഷം സംബന്ധിച്ചുള്ള ആ വചനം ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നിടത്ത് ഭോഷത്വം, രക്ഷിക്കപ്പെടും നമുക്ക് അത് ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ. സ്തോത്രം. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇന്നിപ്പോൾ ഈ എഫസോസിൽ തുർക്കിയുടെ പല മേഖലകളിൽ നിങ്ങൾ യാത്ര ചെയ്താൽ അർത്തമീസുമായി ബന്ധപ്പെട്ടുണ്ടായ ഇത്തരം സംഭവ പരമ്പരകളുടെ മേഖലയൊക്കെ ഉത്ഖനനം ചെയ്ത് പഠിച്ച പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർ അവിടുന്ന് കിട്ടിയ ധാരാളം ശില്പങ്ങളൊക്കെ കൊണ്ടുവന്ന് മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. ബ്രിട്ടനിലെ മ്യൂസിയത്തിൽ വരെ ഇത്തരം കൈകളും കാലുകളും ഇവരുടെ ശില്പങ്ങളുടെ അവശിഷ്ടങ്ങളും ഭാഗങ്ങളും ഒക്കെ എടുത്ത് ഇങ്ങനെ ഗ്ലാസ്സിലിട്ട് നമുക്ക് കാണാൻ പാകത്തിന് വെച്ചിട്ടുണ്ട്. മറിച്ചൊരു കാര്യം നോക്കണോ, ഒരു കാലഘട്ടത്തിൽ വലിയ സമ്പന്ന നഗരമാണ്, ഏറ്റവും സമ്പന്നമായൊരു തീർത്ഥാടന കേന്ദ്രമാണ്, ലക്ഷക്കണക്കിന് ആളുകൾ വന്നെത്തുന്ന സ്ഥലമായിരുന്നു, കോടികൾ ഇതിനൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ വലിയ സമ്പന്ന മേഖലയും ഒക്കെ ആയിരുന്നെങ്കിൽ കയ്യിൽ 10 രൂപയില്ലാതെ, ആഹാരം കഴിക്കാൻ നിർവാഹമില്ലാതെ പൗലോസിനെ പോലുള്ള ഏതാനും ആളുകൾ അവിടെ കൊണ്ട് സ്ഥാപിച്ച ദൈവത്തിന്റെ സഭ ഞാനിന്ന് പ്രസംഗിക്കുന്ന രാത്രി വരെ അതിശക്തമായി നിലനിൽക്കുന്നെങ്കിൽ ആദ്യം ഓർമ്മപ്പെടുത്തിയ പോലെ ദൈവസഭയെ തകർക്കാൻ പാതാള ഗോപുരങ്ങൾക്ക് സാധിക്കയില്ല. ഇന്ന് രാത്രി വിതയ്ക്കുന്ന വചനം ഇന്ന് അടുത്ത ദിവസം ഫലം കണ്ടില്ലെന്ന് വരാം. കാലമേറെ കഴിയും മുമ്പ് അത് ഫലം കാഴ്ച നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ, ഒരു വടവൃക്ഷമായി എതിർ നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയത്തക്ക വിധം നമ്മുടെ അകക്കണ്ണുകളെ ശക്തീകരിക്കുന്ന മഹാദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് ഈ കൺവെൻഷൻ നടത്തുമ്പോൾ പുതിയൊരു
വർഷത്തിൽ കൂടി നടത്തുവാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഉറപ്പാക്കിക്കൊള്ളണം, ദേശം കേൾക്കുന്ന സുവിശേഷം അത് ജീവിപ്പിക്കുന്ന സുവിശേഷമാണ്. ഇരുട്ടിന്റെ കോട്ടകളെ ഇടിക്കുന്ന സുവിശേഷമാണ്. ഇത്തരം വൈകൃതങ്ങളുടെ മീതെ, ദുരാചാരങ്ങളുടെ മീതെ, അനാചാരങ്ങളുടെ മീതെ സ്ഥിതിയെ മാറ്റിമറിക്കുന്ന മഹാദൈവത്തിന്റെ സന്ദേശമാണ് ആ സുവിശേഷം. ആ സുവിശേഷം യേശുക്രിസ്തുവിൽ കൂടി മാത്രമുള്ള രക്ഷയുടെ വിളംബരമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഈ എഫെസോസിനെ പറ്റി ഇത്രയും പറഞ്ഞു. സമാന്തരമായ സംഭവങ്ങൾക്കാണ് നമ്മുടെ നാടും സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഇതിനകം ഇത് വിളിക്കുന്ന സഹോദരങ്ങളിൽ മഹാഭൂരിപക്ഷവും ഒരിക്കൽ അർത്തമീസിനെ പോലെ, അതുമല്ലെങ്കിൽ ആഭിചാര കർമ്മങ്ങളുടെ മണ്ഡലങ്ങളിലൂടെ സത്യവചനത്തിന്റെ ആ വെളിച്ചം കിട്ടാതെ ഇരുളിലൂടെ നടന്ന മനുഷ്യരാണ്. എന്റെയും നിങ്ങളുടെയൊക്കെ പൂർവികര് ആ വഴി സഞ്ചരിച്ച് കടന്നുപോയ മനുഷ്യരാണ്. എന്നാൽ ഒരിക്കലായി കേട്ട ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിച്ചതാണ് ജീവിതത്തിന്റെ മുഴുവൻ ഭാഗ്യം. മുഴുവൻ ജീവിതത്തിന്റെ വിടുതൽ യേശു ജീവിതത്തിലേക്ക് വന്നുവെന്നുള്ളതാണ്. ഇന്ന് വചനം കേൾക്കുമ്പോൾ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ വന്നാൽ, സ്ഥിതിഗതികളെ പാടെ മാറ്റിക്കൊണ്ട് നമ്മെ ഉന്മേഷഭരിതരാക്കുന്ന, കുടുംബാന്തരീക്ഷം മുഴുവൻ മാറ്റുന്ന ജൈവപരമായൊരു ശക്തി സുവിശേഷത്തിനുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റിവരുത്തുന്ന ആ രൂപാന്തരത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ രാജ്യത്ത് ഈ സുവിശേഷം വന്നിരുന്നില്ല എങ്കിൽ എനിക്കിന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ സാധിക്കുമായിരുന്നില്ല, എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമായിരുന്നില്ല, എനിക്ക് അറിവും ഉന്മേഷവും ലഭിക്കുമായിരുന്നില്ല, എനിക്ക് ലക്ഷ്യബോധം ലഭിക്കുമായിരുന്നില്ല. ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ ധരിക്കും സുവിശേഷവും ബൈബിളും ഒക്കെ ഇന്ത്യയിൽ വന്ന് ഇങ്ങനെ ജനഹൃദയങ്ങളെ മാറ്റിമറിച്ചു എന്ന ഞങ്ങളുടെ പ്രസംഗമൊക്കെ കാപണ്യമാണ് എന്ന് ചിലരൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഞാനതിന് ഒരു ചെറിയ വിശദീകരണം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. പലപ്പോഴും ഈ പരസ്യോഗത്തിനൊക്കെ പോകുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, ഞാനും പരസ്യോഗ തൽപരനാണ്, പരസ്യോഗത്തിന് പോകുന്ന, പക്ഷേ ഈ പരസ്യോഗമായിട്ട് നടത്തണം, അല്ലെ കൂടെ പോവില്ല. എൻ്റെ അർത്ഥം വേറൊന്നുമില്ല. അവിടെ ചെന്നിട്ട് പറയേണ്ട കാര്യങ്ങളും പ്രവർത്തിക്കേണ്ട രീതിയും ഒക്കെ ഉണ്ട്. പരസ്യോഗത്തിന് കുറേ ആൾ നിന്ന് പ്രസംഗിക്കുമ്പോൾ സോഡ കുടിച്ച് 10 പേര് പുറകെ വർത്തമാനം പറഞ്ഞു നിന്നാൽ നിങ്ങൾ സുവിശേഷ വിരോധിയാണോ ഈ കൂടെ ഉള്ളതാണോ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതിന് പിന്തുണയ്ക്കുന്ന, പ്രാർത്ഥിക്കുന്ന ആ തരത്തിൽ ഒരു മേഖല കണ്ടൊക്കെ പ്രവർത്തിക്കാൻ പോകണം. അപ്പോൾ ഈ പരസ്യത്തിൽ പ്രസംഗിക്കുന്ന ആളുകൾ ചിലപ്പോഴൊക്കെ ഒരുതരം കോംപ്രമൈസിന് വിധേയമായി തീരാറുണ്ട്. അതിലൊന്ന് ചിലരെങ്കിലും പറയാറുണ്ട്, ഇന്ത്യ ഒരു മഹത്തരമായ പാരമ്പര്യമുള്ള രാജ്യമാണ്, നമ്മൾ ആർഷഭാരത സംസ്കൃതിയുടെ മഹത്തരമായ മൂല്യങ്ങളിൽ അഭിരമിച്ച ഒരു നാടാണ്, ഋഷിമാരുടെ നാടാണ്, ഇതിനെന്തൊക്കെയോ ഭയങ്കര കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ്. ഇല്ലെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അതില്ലെന്നൊന്നും ഞാൻ തീർത്തു പറയുകയല്ല. പക്ഷെ ഒരു വിയോജിപ്പ് അവിടെ പറയാതിരിക്കാൻ വയ്യ. ഈ ഭാരതത്തിൽ ഈ പറയും പോലെ നളന്തയും തക്ഷശിലയും ഒക്കെ ഉണ്ടായിരുന്നു, കഴിവുറ്റ സയൻറ്റിസ്റ്റുകൾ ഉണ്ടായിരുന്നു, ഗണിത തത്വശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു, അതൊക്കെ ഒരു ശരിയാണ്. പക്ഷേ ഈ നളന്തയും തക്ഷശിലയൊക്കെ മഹാഭൂരിപക്ഷം മനുഷ്യരുടെ മുമ്പിൽ വാതിലൊന്ന് കൊട്ടിയടച്ചിട്ട് ചിലരെ മാത്രമേ പഠിപ്പിച്ചുള്ളൂ. അതൊരു പ്രശ്നം. ഒരു വിയോജിപ്പൂടെ തുറന്നു പറയട്ടെ. ഈ രായ്ച്ചാനെ എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ഇന്നൊരു സ്കൂളിൻ്റെ വാർഷികമായിരുന്നു തൊട്ടടുത്ത്, അദ്ദേഹം ഫുഡൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. ഈ സ്കൂളുകളെ പലപ്പോഴും ഒരു ദേവതയുടെ ക്ഷേത്രമായി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പരിചയപ്പെടുത്താറുണ്ട്. അതിനകത്ത് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. കാരണം വിദ്യാഭ്യാസത്തിന് നമുക്ക് മന്ത്രിയുണ്ട്, ഇപ്പുറത്തൊരു ദേവതയുണ്ട്, ഇരിക്കട്ടെ, ഒരു മന്ത്രിയുള്ള സ്ഥിതിക്ക് അപ്പുറത്ത് ദേവത ഇരിക്കട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. ആ ദേവതയോടും വിരോധമില്ല. പ്രശ്നം ഇത്രേ ഉള്ളൂ, ഈ സഹോദരി എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്തില്ല, അവിടെ പ്രശ്നം. മനസ്സിലായില്ലേ? എല്ലാവർക്കും അത് അഡ്മിഷൻ കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? അതിനെതിരെയൊക്കെ വലിയ പോരാട്ടങ്ങൾ നടത്തി സമരങ്ങളിലൂടെയാണ് സാധാരണ മനുഷ്യർ വിദ്യാഭ്യാസം ചെയ്യാൻ അവസരമുണ്ടായത്. ബെഞ്ചമിൻ ബെയ്ലി CMS ആംഗ്ലിക്കൻ ചർച്ചിന്റെ പ്രവർത്തകനായിട്ട് അങ്ങ് കോട്ടയത്തെത്തുകയും അതുപോലെ ബേക്കർ സാഹിബ് അങ്ങ് മലമുകളിൽ ആ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഒക്കെ ചെയ്ത ശേഷമാണ്, അർണോസ് പാതിരി വന്ന ശേഷമാണ്, ഹെർമൻ ഗുണ്ടട്ട് വന്ന ശേഷമാണ്, വില്യങ്കേരി വന്ന ശേഷമാണ് വിദ്യാഭ്യാസം സാർവത്രികമായത്. അപ്പോൾ നിങ്ങൾ ചോദിക്ക്, ഞാനിതിൽ ആരെയാണ് ബഹുമാനിക്കേണ്ടത്? എനിക്ക് വിദ്യാഭ്യാസം തന്ന ജനസാമാന്യങ്ങളെ അറിവിന്റെ വഴിയിലേക്ക് നയിച്ചത് ഈ സുവിശേഷമാണ്. അതുകൊണ്ട് സുവിശേഷത്തിന്റെ പ്രചാരകര് ആളും തരവും നോക്കാതെ സകലർക്കും നൽകി ഈ വിദ്യയുടെ മഹിമ. സ്തോത്രം. അതല്ലാതെ വേറെ വഴികളൊന്നുമില്ല. അതുകൊണ്ട് പരിശോധന നടത്തുമ്പോൾ ചിലർ ശ്ലോകം പാടി കേൾക്കാറുണ്ട്. ഈ ശ്ലോകം ചിലർ മാത്രമല്ല, ഞാൻ നമ്മുടെ PYPയുടെ കുട്ടികൾ, പെന്തക്കോസ്റ്റ് യങ് പീപ്പിൾസ് അസോസിയേഷൻ, IPCയുടെ യുവജന പ്രസ്ഥാനം, അവർ മണിപ്പൂർ കലാപത്തോട് ബന്ധപ്പെട്ട് തിരുവല്ല പട്ടണത്തിൽ സ്റ്റേറ്റ് കമ്മിറ്റി ഒരു യോഗം നടത്തി. മണിപ്പൂരിൽ ആളുകൾ കൊല ചെയ്യപ്പെടുന്ന പ്രശ്നത്തേക്ക് ആസ്പദമാക്കി. എന്നോട് അതിൻ്റെ സംഘാടകർ ചോദിച്ചു, ഒന്ന് പ്രസംഗിക്കാമോ? ഞാൻ സന്മനസ്സോടെ അതിൽ പ്രസംഗിക്കാനായിട്ട് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഈ അവിടെ മണിപ്പൂർ കലാപത്തിൻ്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള ഈ സമ്മേളനം ഒരു റാലി പോലെ നടത്തി. ഞങ്ങൾ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അടുത്തൊരു പൊതുയോഗം ഇങ്ങനെ നടത്തുകയാണ്.
അപ്പോഴവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നത് നമ്മുടെ രാജ്യസഭ മുൻ അധ്യക്ഷൻ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട കുര്യൻ സാറാണ്. അപ്പോൾ കുര്യൻ സാറ് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്, അത് മഹത്തരമാണ്, ലോകത്തുള്ള സകല മനുഷ്യരെ ഉൾക്കൊണ്ടൊരു സംസ്കാരമാണ്. യഹൂദനെ, പാഴ്സിയെ, ക്രിസ്ത്യാനിയെ, മുസ്ലിമിനെ എല്ലാം അത് ഉൾക്കൊണ്ടു, എല്ലാവരെയും അത് സ്വീകരിച്ചു. അത്രയും നല്ലൊരു രാജ്യമാണ് നമ്മുടെ. അടുത്ത ഒന്നുകൂടെ പറഞ്ഞു, അതുകൊണ്ട് എല്ലാവരുടെയും സൗഖ്യമാണ് ഇന്ത്യയുടെ പൗരാണികന്മാർ കണ്ടത്. എന്നിട്ടൊരു ശ്ലോകം പാടി, നിങ്ങൾക്ക് അറിവുള്ളൊരു ശ്ലോകമാണ്, ലോക സമസ്ത, ബാക്കി പറയാമോ? കൊള്ളാം, അറിയാത്ത ആരുമില്ല, അപ്പച്ചന്മാർക്ക് വരെ അറിയാം, ലോക സമസ്ത സുഖിനോ ഭവന്തു. അതിൻ്റെ ആദ്യം അറിയോ, ആരംഭം അറിയോ? ഈ പാതി മുറിച്ച് നമുക്ക് തന്നാണ് ഈ പ്രശ്നം. എൻ്റെ ആദ്യം ഞാനൊന്ന് പറഞ്ഞു കേൾപ്പിക്കാം. തസ്യ പ്രജാഭ്യാം പരിപാലയന്ത ന്യായേണ മാർഗേണ മഹീമഹീശ. അപകടമില്ല. ഒരു രാജാവ് പ്രജകളെ നന്നായി പരിപാലിക്കുകയും എങ്ങനെ വേണം? ന്യായേണ മാർഗേണ, ന്യായവും മാർഗവും അനുസരിച്ച്, എഴുതി വച്ചിരിക്കുന്ന ശാസനകൾ അനുസരിച്ച് കൃത്യമായിട്ട് ഭരിക്കണം. തെറ്റുണ്ടോ? നമ്മളും അങ്ങനല്ലേ പറഞ്ഞു, ഭരണഘടന പാലിച്ചു വേണം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും പഞ്ചായത്ത് മെമ്പർ വരെയും പോകേണ്ടത്. ഇങ്ങനെയാണ്, ന്യായേണ മാർഗേണ ഭരിക്കണം. പക്ഷെ അന്ന് ന്യായവും മാർഗം എന്താണെന്നറിയണ്ടേ? മനുവിൻ്റെ സ്മൃതി എന്നറിയപ്പെടുന്ന മനുസ്മൃതിയാണ്. ആ മനുസ്മൃതി മുഴുവൻ മനുഷ്യത്വ വിരുദ്ധമായ 100,000 കാര്യങ്ങളുടെ സമാഹാരമാണ്. വേദം കേൾക്കുന്ന ശൂദ്രന്റെ കാതിൽ ഈയമുരുക്കി ഒഴിക്കണം, അത് കേൾക്കുന്ന കാര്യമാണ്. ഇത് വെറുമൊരു കഥയല്ല. എല്ലാവർക്കും വിദ്യ അഭ്യസിക്കാൻ കഴിയില്ല. ഭാഷാപിതാവായ എഴുത്തച്ഛനെ പറ്റി കേട്ടിട്ടുണ്ട്. മലയാള ഭാഷയ്ക്കൊരു പിതാവുണ്ട്, എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ അസ്പർശനായിരുന്നു. അദ്ദേഹത്തിന് ജ്ഞാനം കരഗതമാക്കാൻ കഴിയില്ലായിരുന്നു. ശൂദ്രനായ എഴുത്തച്ഛൻ അകത്ത് ബ്രാഹ്മൺസ് വേദം പഠിക്കുന്ന എഴുത്തോല വെച്ച് പഠിക്കുമ്പോൾ ഒരു മതിലിന് പുറമേ നിന്ന് കേട്ട് 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 ഈ വേദമെല്ലാം പഠിച്ചു. വലിയ ഭാഷാ പണ്ഡിതനായി. എഴുത്തച്ഛന് കിട്ടിയ പാരിതോഷികം എന്താണെന്നറിയണ്ടേ? എഴുത്തച്ഛനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് കഴുത്തിലേക്ക് വലിയൊരു മരത്തടി വെച്ചിട്ട് ഈ ചക്ക്, എണ്ണയാട്ടുന്ന ചക്കിൽ കാളയോടൊപ്പം നടത്തിച്ച് ചാട്ടക്കടിച്ചു. അതാ ഭാഷാപിതാവിന് കിട്ടിയത്. നോക്കണേ. എന്നിട്ടും തീരാഞ്ഞിട്ട് എഴുത്തച്ഛനെ തമിഴ്നാട്ടിലേക്ക് തുറ കയറ്റി വിട്ടു, അവിടേക്ക് കയറ്റി വിട്ടു, ഓടിച്ചു വിട്ടു. ഇപ്പം നമുക്കെല്ലാം എഴുത്തച്ഛൻ വലിയ പുള്ളിയാണ്. പക്ഷേ എഴുത്തച്ഛൻ്റെ അവസ്ഥ ഇത്, അത് തെറ്റല്ലായിരുന്നു. കാരണം അത് മനു എഴുതി വെച്ചിരുന്നു ഇങ്ങനെയുള്ള കാര്യം. അപ്പം മനു പറയുന്ന പോലെ ന്യായേണ മാർഗേണ രാജ്യം ഭരിക്കണം. അടുത്ത കാര്യം എന്ന് പറയുന്നത് രസകരമാണ്. മൊത്തം കേട്ടല്ലോ. തസ്യ പ്രജാഭ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീമഹീശ. അടുത്ത കേൾക്കണം. ഗോ ബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം. ഗോ ബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം ലോകസമസ്ത സുഖിനോ ഭവന്തു. എന്താ മനസ്സിലായി? പശുവിനും ബ്രാഹ്മണനും സുഖമെങ്കിൽ ലോകത്തിന് മൊത്തം സുഖം. അത് പോക്കറ്റ് വെച്ചാൽ മതി. ഇനി അങ്ങനെ സുഖം തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് വേറൊന്നുമായിട്ടല്ലേ. പശുവിനും ബ്രാഹ്മണനും മാത്രം മതിയോ സുഖം? ആ സുഖം ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടേ? ക്രിസ്ത്യാനിക്ക് വേണ്ടേ? മുസ്ലിമിനും വേണ്ടേ? മറ്റു പിന്നോക്കന് വേണ്ടേ? 10 കോടി വരുന്ന യാദവന് വേണ്ടേ? ദലിതന് വേണ്ടേ? ആദിവാസിക്ക് വേണ്ടേ? സ്ത്രീക്ക് വേണ്ടേ? സകല മനുഷ്യർക്കും വേണ്ടേ? അത് ഈ പശുവിന് മാത്രം മതിയോ സുഖം? പശുവിനും ബ്രാഹ്മണനും മാത്രം സുഖം കൊടുക്കുക, മനു പറയുന്ന പോലെ ഭരിക്കുക. ഇതിനെന്ത് ചെയ്തു? ഒരു മഹായോഗത്തിൽ അംബേദ്കർ ഈ മനുസ്മൃതി അങ്ങ് കത്തിച്ച് ചാരമാക്കിയിട്ട് പറഞ്ഞു, ഈ രാജ്യത്ത് വേണ്ട. മനസ്സിലായില്ലേ? നമ്മുടെ സമൂഹത്തിൽ വേണ്ട. ഇത് മാറ്റിയിട്ടാണ് പകരം ഇന്ത്യൻ ഭരണഘടന സ്ഥാപിച്ചത്. മനസ്സിലാവുന്നോ? കാര്യം പിടിയിട്ടോ? അപ്പോൾ എന്തിനാ ഇതൊക്കെ പറഞ്ഞ് ഇത് ഞാൻ വന്ന് ഇങ്ങനെ ഒരു യോഗത്തിനൊക്കെ പറയുന്നതിന് പരിഭവം തോന്നിയിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ പ്രസംഗത്തിൽ ഇതൊക്കെ പറയാറുള്ളൂ. പാണ്ടനാടും കൂടെ ഉള്ളൂ, പിന്നെ ഒരാൾ. ബാക്കി നമ്മുടെ പ്രസംഗമൊക്കെ പക്കാ ബൈബിൾ സെൻറ്റേഡാണ്. അത് കുഴപ്പമൊന്നുമില്ല. ഓരോരുത്തരുടെ വിളിയും തിരഞ്ഞെടുപ്പും അങ്ങനെയാകാം. പക്ഷേ എനിക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത്രയും പറഞ്ഞത് മറ്റൊരു വലിയ കാര്യം കൂടി പറയാനാണ്, ഒരു വസ്തുത കൂടി ബോധ്യപ്പെടുത്താനാണ്. നമ്മുടെ ഈ രാജ്യം അറിവിൻ്റെയും മാറ്റത്തിൻ്റെയും വെളിച്ചം കണ്ടത് സുവിശേഷത്തിലൂടെയാണ്, മറ്റൊന്നിലുമല്ല. അതിനും ഒരു കാര്യമുണ്ട്. ഈ പൗരാണികമായ ചികിത്സ ഉണ്ടായിരുന്നല്ലോ, ആ ചികിത്സകൾ ഇന്ന് കേൾക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഹോമിയോ ചെയ്യുന്നവരോടുണ്ടാവും, ആയുർവേദം ചെയ്യുന്നവരുണ്ടാവും, അതുപോലെ സിദ്ധയോ മർമ്മ ചികിത്സയോ ഒത്തിരി കാര്യമുണ്ട്. ഇതൊക്കെ നിങ്ങളൊരു ആയുർവേദ വൈദ്യനെ കാണാൻ പോയി എന്ന് വിചാരിക്കുക.
ആയുർവേദ വൈദ്യനെ കാണാൻ നിങ്ങളുടെ ആവശ്യത്തിന് ചെന്നാൽ വൈദ്യൻ ആദ്യത്തെ ഒരു മണിക്കൂർ മുഴുവൻ ഇംഗ്ലീഷ് മരുന്നിൻ്റെ കുറ്റം നിങ്ങളോട് പറയും. ഹോമിയോ പഠിക്കാൻ ചെന്നാലും അങ്ങനെ പറയും, സാവുൽറ്റാമോളിൻ ഈ കുഴപ്പമുണ്ട്, ശ്വാസം വലിക്കുമ്പോൾ ഈ വിഷയമുണ്ട്, അതെല്ലാം എഫക്റ്റാണ്, സൈഡ് ഇഫക്റ്റാണ്, ഭയങ്കര എഫക്റ്റാണ്, അങ്ങനെയുണ്ട് ഇങ്ങനെ ഉണ്ടെന്നെല്ലാം പറയും. ചേട്ടാ ഇതിൻ്റെ ഗുണം പറ, ഇതെന്ന് പറ. അത് മനസ്സിലായതുകൊണ്ട് ഇങ്ങോട്ട് വന്ന ഇതിൻ്റെ ഒരു ഗുണം പറ. ഇങ്ങനെ ഇവൻ്റെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്നത്തെ ഒരു വിഷയമുണ്ട്. ഈ അലോപ്പതി എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് മരുന്ന് പകുതിയും ബൈബിള് വായിച്ച, ബൈബിളിൻ്റെ പഴയ നിയമവും പുതിയതും ഒക്കെ വായിച്ച അഭിഷിക്തന്മാരായ ദൈവദാസന്മാരെ കണ്ടുപിടുത്ത എല്ലാവരും ഒന്നിച്ചേർന്നതിനെ ആക്രമിക്കുന്ന എന്തിനാ? താരതമ്യേന ചിലവ് കുറഞ്ഞ ചികിത്സയാണ് ഇംഗ്ലീഷ് മരുന്ന്. സംശയമുണ്ടല്ലേ? നിങ്ങൾ പറയുന്നത് ഹോമിയോയ്ക്കൊന്നല്ല. ഹോമിയോയുടെ ചിലവെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ ചിലവല്ല. 6-ാം വയസ്സിൽ തുടങ്ങുന്നവൻ ചികിത്സ 60 വയസ്സ് വരെ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിന് വണ്ടിക്കൂലിയുണ്ട്, ഇതിന് ദിവസം മുടങ്ങി പോകണം, നല്ല നല്ല ആഹാരമൊക്കെ ഒഴിവാക്കണം. എന്നാൽ പിന്നെ ഇതൊക്കെ കഴിക്കാനല്ലേ പിന്നെ മനുഷ്യൻ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ഇനി മറ്റൊരു വിഷയം കൂടെ ഉണ്ടേ. ഈ ആയുർവേദ ചികിത്സ നൽകുന്ന നമ്മുടെ രാജ്യത്തിലൊരു ക്രമം പറയാം. അത് മിക്കപ്പോഴും ഈ ചികിത്സ ചെയ്യുന്ന ഒരു ബ്രാഹ്മണായിരിക്കും. ഈ ബ്രാഹ്മണൻ്റെ കയ്യാളായിട്ടൊരു ശൂദ്രൻ, ശൂദ്രൻ എന്ന് വെച്ചാൽ നായരാണ് ശൂദ്രൻ എന്ന് ചരിത്രം പറയുന്നത്. അപ്പോൾ അദ്ദേഹം കൂടെ കാണും. ചിലക്കത് സംശയമുണ്ട്. ഞാൻ നമ്മുടെ നിലവിലുള്ള ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു DGP കൊടുത്തൊരു മറുപടി ഉണ്ട്, അത് കണ്ടാൽ മതി. അതിനകത്ത് ഞാൻ ചരിത്രം കൃത്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇദ്ദേഹം ഇങ്ങനെ കയ്യാളായിട്ട് അടുത്ത് നിൽക്കും. ഇവിടുന്ന് രോഗിയും ഡോക്ടറും തമ്മിൽ ഭയങ്കര അകലമാണ്. വൈദ്യൻ ഇവിടെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ജാതി അനുസരിച്ച് അകലം നീക്കണം. എക്സാമ്പിൾ, നിങ്ങൾ ഒരു വൈശ്യനാണെങ്കിൽ ഈ ആളിൽ നിന്ന് ഒരു 36 അടി അകലം നിൽക്കണം. ഉദാഹരണം, ഗാന്ധിജി ചികിത്സയ്ക്ക് ചെന്നാൽ അദ്ദേഹം വൈശ്യനാണ്, 36 അടി നിൽക്കണം. നെഹ്റു ആകട്ടെ ബ്രാഹ്മണാണ്, നെഹ്റുവിന് അവിടെ ചെല്ലാൻ കുഴപ്പമൊന്നുമില്ല. രാഹുൽ ഗാന്ധിക്കൊക്കെ അവിടെ ചെല്ലാം. രാഹുൽ ഗാന്ധിക്ക് പറ്റുമോ എന്നറിയത്തില്ല, അമ്മ വഴിക്ക് പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇങ്ങനെയാണ് അകലം അന്നത്തെ. ഇനി ഇത്ര അകലം പാലിക്കണം. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ചെല്ലുന്ന ആള് ഒരു ഈഴവ ആണെങ്കിൽ അവിടുന്ന് 36 അടി പിന്നെയും പോകും, 42ലേക്ക് കയറും. ഇനി അവിടുന്ന് പിന്നെയും ഒരു ദലിതനാണ് ചെല്ലുന്നെങ്കിൽ ദലിതരുടെ ശ്രേണിനിര അനുസരിച്ച് 72, 84 അടി വരെ പുറകോട്ട് പോകണം. അപ്പോൾ ഡോക്ടറും രോഗിയും തമ്മിൽ ഏതാണ്ട് ഈ പന്തലിനേക്കാൾ അകലുണ്ട്. അപ്പോൾ ഈ കയ്യാൾ ഓടിച്ചെന്നിട്ട് ചോദിക്കും, എന്താ നിൻ്റെ അസുഖം? അപ്പോൾ പറയും, ഇങ്ങനെ കണ്ണ് കാണത്തില്ല, ഇത് അങ്ങനെയാണ്, ഇത് കാര്യങ്ങൾ പറയും. അപ്പോൾ ഓടി ഇദ്ദേഹം വന്നിട്ട് പറയും, ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യം. അവൻ്റെ നാളെന്താന്ന് ചോദിക്കും. അപ്പം നാളെ അശ്വതി. അശ്വതിയാണോ? നീ ആ പേരാലിൻ്റെ വീട്ടിൽ പോയിരിക്കും. അത് ഓരോ ജാതിക്കനുസരിച്ച് ആലും മരമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, അവിടെ പോയി ഇരുന്നോണം. ആ സ്ഥലം മാറി ഇരുന്ന് കഴിഞ്ഞാൽ അത് വേറെ കേസ് വരും. അവിടെ പോയിരിക്കണം. എന്നിട്ട് കിഴുകാനെല്ലി ഇത്ര, അതുപോലെ തന്നെ കരിഞ്ചീരകം ഇത്ര, ഇതിൻ്റെ എല്ലാ അളവും എല്ലാം പറഞ്ഞിട്ട് അത് സമം ആട്ടുംപാലിൽ ചേർത്ത് രാവിലെ സേവിക്കണം, വൈകിട്ട് നെയ്യിൽ സേവിക്കണം. ഒരു കുറിപ്പടിയെ കൊടുത്ത് ഇവനെ കൊണ്ടുവിടും. ഇത് പോയി എവിടെ കണ്ടുപിടിക്കാനാ? ഈ ഭാഷയൊന്നും മനുഷ്യന് മനസ്സിലാവില്ല. ഇയാളിത് കളഞ്ഞിട്ട് രക്ഷപ്പെടാൻ വേണ്ടി അഭയം പ്രാപിച്ച വഴിയാണ് മന്ത്രവാദം. അങ്ങനെ ആ മരുന്നും മന്ത്രവും എന്നൊരു വഴിമൊഴി നമ്മുടെ രാജ്യത്തുണ്ടായത്. മരുന്നോട് ചേർത്ത് എവിടെ പറഞ്ഞാലും മന്ത്രം കൂടെ ഉണ്ട്. കാരണം ചികിത്സ കിട്ടാതെ വന്നപ്പോൾ ആളുകൾ മന്ത്രവാദത്തിൽ അടിമപ്പെട്ടു. അങ്ങനെയാണ് വസൂരി പോലുള്ള രോഗങ്ങളെക്കുറിച്ച് ഇന്നും ആളുകൾ പറയാറുണ്ട്, വസൂരി വന്ന് മരിച്ചവനെ മന്ത്രം ചെയ്ത് ശവം കൊണ്ടടക്കും. സത്യത്തിൽ ശവം മന്ത്രം ചെല്ലുമ്പോൾ പറക്കുന്നൊന്നുമല്ല. കുറച്ചുനാൾ ഇയാൾ വന്ന് കാത്തിട്ട് മരിച്ചാലും മരിച്ചില്ലെങ്കിലും കുഴിക്കകത്ത് തട്ടുന്ന, എന്നിട്ട് വിളിച്ചു കൊണ്ടുവരും. അത് പ്രത്യേക രീതിയിലാണ്. ഈ വസൂരി ബാധിച്ച ആളിനെ കൊണ്ടൊരു മുറിയിൽ കിടത്തും. ഇതിനകത്ത് തന്നെ കുഴിയെടുക്കുന്ന പഴയ കുടിലല്ലേ. എന്നിട്ട് ഇതൊന്നും അറിയാതെ ഇദ്ദേഹത്തെ പതുക്കെ പറയും, ഇങ്ങോട്ട് പോരാൻ പറയും. പോരെന്ന് പറഞ്ഞ് ഇയാൾ ഈ കുഴിക്കഴി വീഴുമ്പം തെന്നി കുഴിക്കകത്ത് വീഴും. പുള്ളി അതിൻ്റെ മണ്ടയിലോട് മണ്ണെല്ലാം വെട്ടിയിട്ടേച്ച് ആശീർവാദം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാം പരിപാടി തീർന്നു. അല്ല മന്ത്രം ചെയ്തൊന്നും മാറ്റുന്നല്ല. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നടന്നു. ഇതിനകത്തൊരു മാറ്റം പറയാനാണ്. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഈ ആയുർവേദം, അതുപോലെ ഇന്ന് നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന ഈ ചികിത്സകളൊന്നും സാധാരണ മനുഷ്യന് പ്രാപ്യമല്ലായിരുന്നു, സാധാരണ മനുഷ്യന് കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ഒരു കാഴ്ച നമ്മുടെ രാജ്യം കണ്ടു. എന്താണ് ആ കാഴ്ച എന്ന് അറിയണ്ടേ? അവർ നോക്കി നിൽക്കുക, കുതിരവണ്ടിയിൽ ഒരു സായിപ്പും 2 പെൺകുട്ടികളും അതുപോലെ തന്നെ കയ്യാളായിട്ടൊരു മനുഷ്യനും അവിടെ വന്ന് ഇറങ്ങുന്നു. അവരുടെ കയ്യിൽ ബാഗും അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇറങ്ങിക്കഴിഞ്ഞു. ഇതുപോലെ ആളുകളെല്ലാം വിളിച്ചു കൂട്ടി, കോളനികളിലും പരിസരത്തുമൊക്കെ ഉള്ള മനുഷ്യരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഈ സ്റ്റെതസ്കോപ്പ് എടുത്ത് കഴുത്തിലേക്ക് വെച്ചു. അത് കാതിലേക്ക് വെച്ചിട്ട് ഇയാൾ ഈ സ്റ്റെതസ്കോപ്പ് കൊണ്ട് ഒരറ്റം മുതൽ പരിശോധന അങ്ങ് തുടങ്ങി. ആളുകൾ പേടിച്ച് മാറി പറഞ്ഞ്, ഇഞ്ഞു പോരെ, എങ്ങും പോകണ്ട, ഇഞ്ഞു പോരെ, ഇങ്ങനെ വിളിച്ച് ഈ സ്റ്റെതസ്കോപ്പ് ഇങ്ങനെ പിടിച്ചു. സ്റ്റെതസ്കോപ്പ് പിടിച്ചിട്ട് അതിന് പ്രത്യേകത ഉണ്ടായിരുന്നു. അത് നമ്പൂതിരിയുടെ നെഞ്ചിലും തൊട്ടു, നായരുടെ നെഞ്ചിലും തൊട്ടു, ദലിതന്റെ നെഞ്ചിലും തൊട്ടു. ഇങ്ങനെ കഴുകാതെ തൊട്ട് ഇങ്ങനെ പോയപ്പോൾ ഈ സ്റ്റെതസ്കോപ്പിനൊരു പ്രത്യേകതയുണ്ടേ. ക്ഷമിക്കണം, കമ്മ്യൂണിസ്റ്റുകൾ അരിവാൾ കൊണ്ട് ചെയ്ത വിപ്ലവത്തെക്കാൾ വലുതാ ഡോക്ടർ സ്റ്റെതസ്കോപ്പ് കൊണ്ട് ചെയ്തത്. കാരണം ഈ സ്റ്റെതസ്കോപ്പ് അയിത്തം മാറ്റിയ ഉപകരണമാണ്. മനസ്സിലായില്ലേ?
ആ അയിത്തം മാറ്റിയ ഉപകരണം എല്ലാത്തരം ജാതിയെയും അത് പരിശോധിച്ചു. അത് നാവിനുള്ളിലേക്ക് തെർമോമീറ്റർ വെച്ചിട്ട് നമ്മുടെ പനി അളന്നു. അത് എല്ലാ മനുഷ്യരെയും നാവിൽ ഒരുപോലെ വെച്ചു. ചിലവ് കുറഞ്ഞ ഈ ചികിത്സ അവരങ്ങനെ എഴുതി. അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് നമ്മുടെ രാജ്യത്ത് സ്ഥാപിതമായതിൻ്റെ വഴിയാണ് ഞാൻ പറഞ്ഞു വെച്ചത്. മനസ്സിലായില്ലേ? അങ്ങനെ ഓരോന്നും കാലഹരണപ്പെട്ട് പോയപ്പോൾ വിദ്യാഭ്യാസത്തിന് ഇതേ വഴിയുണ്ടായി. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ കേൾക്കുന്ന ഒരു അപവാദത്തിൻ്റെ കൂടി മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ അടുത്ത കാലത്തെ ചില വീഡിയോകളിൽ ഇത് പറയുന്നുണ്ട്, പല പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അത് ഒന്ന് ആവർത്തിക്കുന്നത് ക്ഷമിക്കണം, മുമ്പ് കേട്ടുള്ളവർ ക്ഷമിക്കണം. നമ്മളെക്കുറിച്ച് ബോധപൂർവം ചില ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഈ ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ ഇന്ത്യ മുഴുവൻ വിറ്റ് കളഞ്ഞു, ബ്രിട്ടീഷുകാർ ഇത് അപഹരിച്ചുകൊണ്ട് പോയി, ബ്രിട്ടീഷുകാർ ഇന്ത്യ കൊടുത്തത് ക്രൈസ്തവരുടെ ഒരു സമ്മതത്തോടെയാണ്, നമ്മളെല്ലാം ബ്രിട്ടീഷ് പക്ഷപാതിയാണ്, ഇങ്ങനൊരു പ്രയോഗമുണ്ട്. അങ്ങനെയാണോ? ബ്രിട്ടീഷ് പക്ഷപാതികളാണ് ഇവിടെ ഇരിക്കുന്നവർ. എന്നാൽ ഒരു കാര്യം പറയാതെ വന്നില്ല, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പരസ്യമൊക്കെ നടത്തുമ്പോൾ തടയാൻ വരുന്ന കക്ഷികളുണ്ട്. എന്നിട്ട് ബ്രിട്ടീഷുകാർ അമേരിക്കക്കാരൻ്റെ സായിപ്പിൻ്റെ സുവിശേഷം, സായിപ്പിൻ്റെ ചിന്ത, ഇങ്ങനെയൊക്കെയുള്ള കഥകളാണ് കേൾക്കുന്നത്. അതിലൊരു കാര്യം തീർത്ത് പറയാതിരിക്കാൻ വയ്യ. ഈ കുഞ്ഞുങ്ങൾ യോഗത്തിനൊക്കെ എവിടെയും ശാന്തമായിട്ട് പോയിരുന്നാട്ട് ഇനി ഇതിൽ നടന്നേക്കല്ലേ, തിരിച്ചവിടെ കാണിരുന്നോണം, ഇതുവഴി വന്നേക്കല്ലേ, ഞാൻ വെള്ളം പോലും വേണ്ട അതുകൊണ്ട് പോലും ഇവിടെ വന്നേക്കല്ലോ പറഞ്ഞാൽ ബന്ധിച്ച് നിർത്തിയിരിക്കുക. ഒന്നാമത് സമയം കുറവാണ്, പെട്ടെന്ന് പറഞ്ഞ് തീർക്കണം. സ്തോത്രം. ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ നമ്മളെല്ലാം ചേർന്ന് ബ്രിട്ടീഷ് പക്ഷത്ത് കൂടി വൈറ്റമിൻ ഗുളികയും പാൽപ്പൊടിയൊക്കെ കൊടുത്ത് സായിപ്പ് മതം മാറ്റി സാൽവേഷൻ ആർമിയിലും ആംഗ്ലിക്കൻ ചർച്ചിലും ഒക്കെ ആയിട്ട് നമ്മളെ ചേർത്തു, ആളുകളെ ചേർത്തു, ഇന്ത്യക്കാരെ ചേർത്തു. 5000 വർഷം പഴക്കമുള്ള ഭാരതീയ സംസ്കാരത്തെ മുഴുവൻ തച്ചുടച്ച് തകർത്തുകൊണ്ട് പാതിരിമാർ ഇന്ത്യയോട് സുവിശേഷം പ്രസംഗിച്ചു. അന്നത്തെ ആംഗ്ലിക്കൻ ചർച്ചിൽ, അല്ലെങ്കിൽ ഇന്ന് CSI എന്നൊക്കെ പറയുന്ന ചർച്ചിൻ്റെ പഴയ രൂപം, അതിലേക്ക് ആളുകളെ ചേർത്തു. ഇങ്ങനെയൊക്കെയുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വാസ്തവതല്ല. അവിടെ ഗ്രഹിച്ചിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. സന്തോഷമുണ്ടോ? സഹോദരിമാരൊക്കെ ഒരു വലിയ വിടുതൽ പ്രതീക്ഷിച്ചാൽ വന്നു, നാളെ കിട്ടും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബ്രിട്ടീഷുകാർ വന്നിട്ട് എന്ത് ചെയ്തു? അതാ പറയുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യ ഏതാണ്ട് 600 മുതൽ 700 വരെ ചെറുകിട നാട്ടുരാജ്യങ്ങളാണ്, ചെറിയ ചെറിയ രാജ്യങ്ങൾ. ഈ നാട്ടുരാജാക്കന്മാർ അവസ്ഥ, അവർക്കൊരു ചെറിയ പഞ്ചായത്തിൻ്റെ വലിപ്പമില്ലാത്തൊരു രാജ്യം. എഴുമറ്റൂർ ഒരിക്കൽ രാജ്യമായിരുന്നു. എഴുമറ്റൂർ രാജ്യമാണെന്ന് കേട്ടപ്പോൾ ആലോചിച്ച്. തിരുവല്ല രാജ്യം, ചങ്ങനാശ്ശേരി രാജ്യം, എഴുമറ്റൂരൊക്കെ രാജ്യമാണ്. ഞങ്ങളുടെ ബബിത ചിരിക്കുന്നു എഴുമറ്റൂർ രാജ്യമാണെന്ന് കേട്ടപ്പോൾ. കുഞ്ഞെ ഇത് ഭയങ്കര രാജ്യമായിരുന്നു, നിനക്കത് മനസ്സിലാകാത്ത. അപ്പോൾ എഴുമറ്റൂർ വരെ വലിയ രാജ്യമായിരുന്നു, ഒരു രാജ്യം. ഇത് നമ്മുടെ ഒരു സഭയുടെ സെൻറ്ററിൻ്റെ വലിപ്പമില്ല, അന്നത്തെ ഒരു രാജ്യം. ഞാൻ ചിലപ്പോഴും ഓർക്കാറുണ്ട്, ഈ നാട്ടുരാജാക്കന്മാരെക്കാൾ എത്രയോ ശ്രേഷ്ഠമായിട്ടാണ് നമ്മുടെ സെൻട്രൽ പാസ്റ്റർമാർ ജീവിക്കുന്നത്. അച്ചാൻ്റെ കാര്യമല്ല, അച്ചാൻ റിട്ടയറായി, ഉണ്ടോ ധൈര്യമായിട്ട് പറയുന്നത്. പണ്ഡിപ്പാസ് സെൻട്രൽ പാസ്സായോ? കണ്ടോ, പണ്ടാണെങ്കിൽ നാട്ടുരാജാവിൻ്റെ വിലയാ പോട്ടെ. അപ്പം ഇങ്ങനെ പാപ്പച്ചൻ പാസ്റ്റർ സെൻറ്ററായോ? കണ്ടോ, പഴയ കാലത്താണ് വലിയ നാട്ടുരാജാവാ. അങ്ങനെയാ, നമ്മൾ അങ്ങനെയൊക്കെ കാണാത്ത നമ്മുടെ ഒരു പ്രശ്നം പോട്ടെ. അപ്പം നാട്ടുരാജാക്കന്മാരെ പോലെ ഇവരിങ്ങനെ അകത്ത് തകർത്ത് 700-ൽ പരം നാട്ടുരാജ്യങ്ങൾ തമ്മിലടിച്ച് കലഹിക്കുക. ഇവർ തമ്മിലടിച്ച് ഇങ്ങനെ കലഹിക്കുമ്പോൾ അങ്ങ് ബംഗാളിൽ നിന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവിടുത്തെ പ്രമുഖനായ സിറാജ് ദൗളയെ തോൽപ്പിച്ചുകൊണ്ട് കയറി വന്നു. കയറി വരുമ്പോഴുള്ള സ്ഥിതിയുടെ കേൾക്കണം. ഈ 700-ൽ താഴെ വരുന്ന നാട്ടുരാജാക്കന്മാരിൽ ക്രിസ്ത്യാനി എന്ന് പേരുകൊണ്ടെങ്കിലും പേരുള്ള ഒറ്റ ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റയാൾ, ഒറ്റ നസ്രാണി മാത്രമേ ഈ നാട്ടുരാജ്യത്തിൽ ഒരെണ്ണമെങ്കിലും ഭരിച്ചിട്ടുള്ളൂ ഇന്ത്യയിൽ. ആ നാട്ടുരാജ്യം കേരളത്തിലായിരുന്നു. 5 തെങ്ങ് എന്നറിയപ്പെടുന്ന ഭൂപ്രദേശത്ത് തെക്കേ അവിടെ മണിഗ്രാമം എന്നൊരു സ്ഥലമുണ്ട്. ആ മണിഗ്രാമം ഭരിച്ച ആ രാജാവിൻ്റെ പേര് വില്ലാർവട്ടം തോമാ രാജാവെന്നായിരുന്നു. ആ പേര് തന്നെ കേട്ടപ്പോൾ ഏതാണ്ട് ഒരു ആകഴിയ രാജാവിൻ്റെ പേരാണ് വില്ലാർവട്ടം തോമാ രാജാവ്. വില്ലാർവട്ടം തോമാ രാജാവ് ഒഴിച്ചാൽ ഒരു നസ്രാണിയും ഇന്ത്യയിൽ എവിടെയും ഭരിച്ചിട്ടില്ല. ബാക്കി വരുന്ന 90% രാജാക്കന്മാർ ക്ഷത്രിയരായിരുന്നു. അവശേഷിക്കുന്ന 10% വില്ലാർവട്ടത്തെ ഒഴിവാക്കിയാൽ അവശേഷിക്കുന്ന 10% ആളുകൾ മുസ്ലിം ഭരണാധികാരികൾ, മുഗളന്മാരുടെ പിന്മുറക്കാരായ ആളുകളായിരുന്നു. ഇത്രയായിരുന്നു ഇവിടുത്തെ സ്ഥിതി. അപ്പോൾ മനസ്സിലായല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി. അപ്പോഴാണ് സിറാജ് ദൗള നോക്കുന്നു, ബംഗാൾ വഴി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ 2 നാട്ടുരാജ്യങ്ങൾ തമ്മിൽ നല്ല അടിയായിരിക്കും. അടി ഇങ്ങനെ മൂത്തു നിൽക്കുന്ന സമയത്ത് തോൽക്കുമെന്നുറപ്പുള്ള ഒരു രാജ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ വിളിച്ചിട്ട് പറയും, അല്ലയോ സായിപ്പേ, ഞങ്ങൾ തോൽക്കാൻ പോവാ,
അവനിട്ട് 2 അടി കൊടുക്കാൻ നിങ്ങളെ പട്ടാളത്തെ ഒന്ന് വിടുമോ? കമ്പനി ഒരു ചാൻസ് നോക്കിയിരിക്കുക. കമ്പനി പറയും വിട്ടേക്കാം, അവനിട്ട് 2 അല്ല 4 കൊടുത്തേക്കാം. അപ്പോൾ ഒരു കരാറുണ്ട്, അവനെ നമ്മൾ പിടിച്ചെടുത്താൽ അതിൻ്റെ പകുതി ഞങ്ങൾക്ക് തരണം. ഓ, അതെടുത്തോ, പകുതി എടുത്തു. അങ്ങനെ അവരോടൊന്ന് താമസം ആരംഭിക്കും. ഈ സമയത്ത് ഇവരും ഒരു സമാന്തര രാജ്യം പോലെ ഇങ്ങനെ പോകുമ്പോൾ വേറൊരു നാട്ടുരാജ്യം പറയും ഇവനെ അടിക്കാൻ പറയും. പണ്ട് സഖ്യം കൂടിയവനെ. അതിനൊരു കാരണം ഉണ്ടാക്കുക. സായിപ്പിനാണോ കാരണമില്ലാത്തത്? അപ്പോൾ ഒരു കാരണം ഉണ്ടാക്കി പണ്ടടിച്ചവരെ വീണ്ടും അടിച്ചിട്ട് ഇതിൻ്റെ പകുതി കൂടെ പിടിക്കും. അപ്പോൾ സായിപ്പ് ഇങ്ങനെ വളർന്നു വരികയാണ്. അപ്പോൾ ഇത്രയും സ്ഥലം അവന് കിട്ടി. പണ്ട് കൂടെ നിന്നവനിപ്പം എതിരായി, അവൻ്റെ രാജ്യം പകുതി പിടിച്ചു. ഇനി അടുത്തൊരു ഘട്ടം ഇവനെ തോൽപ്പിക്കാൻ വേറൊരുത്തൻ്റെ കൂടെ കൂടും. അങ്ങനെ കൂടി ഇങ്ങനെ കയറി വരുമ്പോൾ അത്യാവശ്യം വിടുത്തുകാരൊക്കെ ചെറുത്തു നിന്നു, തിരിച്ചടിച്ചു. ആ തിരിച്ചടിച്ചത് അത്ര മോശാടിയല്ല. ഇന്ത്യക്കാരുടെ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ വളരെ മര്യാദയുള്ള യുദ്ധമാണ്. മര്യാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് റോയ് സാറെ, ഇന്ത്യക്കാരൻ്റെ യുദ്ധം എതിരാളിയെ കണ്ടു വണങ്ങിയിട്ടാണ് അടി തുടങ്ങുന്നത്. നല്ല കാര്യമാണ്. നമുക്ക് ഒരടി വെക്കുന്നതിന് മുമ്പ് സന്തോഷമായിട്ടിരിക്കുന്നോ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? ആ പാരമ്പര്യം ഇന്ത്യയിലുണ്ടായിരുന്നു. ആളുകളെ കാണുക, വിഷ് ചെയ്യുക, എന്നിട്ട് അടിക്കണം. എതിരാളിയെ വണങ്ങണം, ഭൂമിയെ വണങ്ങണം, സ്വർഗത്തെ വണങ്ങണം, അപ്പനെ അമ്മയെ ഗുരു ഇവരെല്ലാം ഓർത്തിട്ട് അടിക്കാവുള്ളൂ. അപ്പോൾ അടി തുടങ്ങുന്നതിന് മുമ്പൊരു സ്ഥിതിയുണ്ട്. യുദ്ധത്തിന് മുമ്പ് ഈ സ്ത്രീകൾ വ്രതം നോക്കണം. പുരുഷന്മാർ യുദ്ധത്തിന് മുമ്പും. പട്ടാളക്കാരുടെ വേഷം എന്ന് പറഞ്ഞാൽ ഒരു കൊമ്പം മീശയാണ്, വലിയൊരു തലപ്പാവാണ്, രാജമുദ്രയുടെ കാണും, വസ്ത്രം വേണ്ടെടുത്ത് ഒരു 4 ഇഞ്ച് കനത്തിനൊരു തുണി, ഇത്രേ ഉള്ളൂ. ഇതാണ് പഴയ പട്ടാളക്കാർ ഇന്ത്യയിലെ സ്ഥിതി. ഇതാണ് പറയാമല്ലോ. അപ്പോൾ ഇതൊക്കെ ധരിച്ച് യുദ്ധം കവാത്ത് തുടങ്ങി, പരിപാടി അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ അപ്പുറത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇവിടെ നമ്മുടെ ഇന്ത്യൻ പട്ടാളം തിരിച്ചടിക്കാൻ ശ്രമിക്കുകയാണ്. പരിപാടി അങ്ങോട്ട് തുടങ്ങിക്കഴിയുമ്പോൾ ഇതിനൊരു കാര്യമുണ്ട്. രാഹുകാലം നോക്കിയിട്ട് യുദ്ധത്തിന് പോകൂ. ജ്യോത്സ്യനെ വിളിച്ച് കണക്കെല്ലാം നോക്കി യുദ്ധത്തിന് പോകാൻ തയ്യാറെടുത്തു. രാഹുകാലം നോക്കി, ഗുളികോദയം നോക്കി, ഇതെല്ലാം നോക്കിയിട്ട് യുദ്ധത്തിന് അങ്ങോട്ട് പോവാം. എന്നിട്ട് യുദ്ധത്തിന് കുറേ തത്വമുണ്ട്. അതൊക്കെ നമ്മുടെ സന്നിഭാഷക്ക് അറിയാം. നിങ്ങൾക്ക് സമയം പോലെ പോയി ചോദിച്ചാൽ മതി. ആദ്യം എതിരാളി വരുമ്പോൾ വണങ്ങി സമയം നോക്കി എല്ലാം കഴിഞ്ഞിട്ട് സിംഹവടിവിൽ നിവർന്ന്, ഗജവടിവിൽ നിവർന്ന് എന്ന് വെച്ചാൽ സിംഹം നിവരുന്ന പോലെ, ആന നിവരുന്ന പോലെ നിവർന്ന്, ഗജവടിവിൽ നിവർന്ന് സിംഹത്തഞ്ചം പിടിച്ച് വ്യാക്രഗർജനം നടത്തി. സിംഹത്തഞ്ചം എന്ന് പറഞ്ഞാൽ സിംഹ ഇരയുടെ മീതെ വീഴാൻ ശ്രമിക്കുന്ന പോലെ ഇങ്ങനെ നിന്ന്, വ്യാക്രം പുലി അലർന്ന പോലെ അലറി ചാടി ചെല്ലണം. ഇതെല്ലാം കറക്റ്റായിരുന്നു. രാഹുകാലം നോക്കി, ഗജവടിവിൽ നിവർന്നു, സിംഹത്തഞ്ചം പിടിച്ചു, സായിപ്പ് തോക്കെടുത്ത് കാച്ചി. ജീവിതത്തിൽ രാഹുകാലം എന്താണെന്നറിയാത്ത, ഗജവടിവിൽ ഇന്നുവരെ നിവർന്നിട്ടില്ലാത്ത, സിംഹത്തഞ്ചം പിടിച്ചിട്ടില്ലാത്ത സായിപ്പ് തോക്കെടുത്തങ്ങ് കത്തിച്ചു കളഞ്ഞില്ല. ഇന്ത്യ മുഴുവൻ അവൻ്റെ കയ്യിൽ ഇരുന്നു. ഇന്ത്യ പോയ വഴി മനസ്സിലായോ? അന്ന് ഇന്ത്യയെ മൊത്തവും ചില്ലറയുമായി തൂക്കി വിറ്റവന്റെ കൊച്ചുമക്കളാ ഇന്ന് ഞങ്ങൾ വന്നൊരു പരസ്യവും നടത്തുമ്പോൾ തടയാൻ വരുന്ന. നീ പോ, ചരിത്രം പഠിച്ചിട്ട് ഇങ്ങോട്ട് വാ, കാര്യം മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വാ, ഞങ്ങളെ കൊണ്ടിത് പഠിപ്പിക്കരുത്. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ പാണ്ടനാടിൻ്റെ അടുത്ത് ഒരാൾ സംവാദത്തിന് പേര് കൊടുത്തു. ഞങ്ങളെല്ലാം പോസ്റ്ററെല്ലാം അടിച്ച് റെഡിയാക്കിയില്ലേ? ഓഡിറ്റോറിയം വരെ എറണാകുളത്ത് ബുക്ക് ചെയ്തു, എല്ലാം റെഡിയാ. തക്ക സമയപ്പോൾ മാറി, ആൾ വിട്ടുപോയി. എന്താ കാര്യം? ഇപ്പോൾ ആളുകൾ ഞങ്ങൾ ചോദിക്കാറുണ്ട്, സംവാദമൊന്നും ഇല്ലേ? സംവാദം ഇല്ലാത്തതിൻ്റെ കാരണം ഞങ്ങളല്ല, ഞങ്ങളിവിടെ ഉണ്ട്. അപ്പുറത്ത് ആളില്ല. ഒറ്റയ്ക്ക് നിന്ന് നമുക്ക് ഗ്രൂപ്പ് ഡാൻസ് കളിക്കാൻ പറ്റില്ല. എത്ര ശ്രമിച്ചിട്ട് ഒറ്റയ്ക്ക് സമൂഹഗാനം പാടാൻ പറ്റില്ല. ചുമ്മാ കളിക്കരുത്, കാര്യം അറിയാതെ കളിക്കരുത്. ഈ ഞങ്ങൾ യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നത് ആരുടെ ഔദാര്യമല്ല, പൗരാവകാശമാണ്. വിശ്വാസം ഉണ്ടോ? ആ ധൈര്യത്തോടെ പ്രസംഗിക്കേണ്ടത് ആ സുവിശേഷം. ഈ മഹാരാജ്യത്ത് ധൈര്യത്തോടെ യേശുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കണം. അതിനാ വചനം പറയുന്നത്, മറ്റു പല കാര്യങ്ങളെക്കാൾ മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. സ്വോത്രാഴ്ച കൊടുത്താലൊക്കെ പ്രതിഫലമേ ഉള്ളെന്ന്. മഹാപ്രതിഫലം വേണോ? ധൈര്യത്തോടെ യേശുവിന് വേണ്ടി നിൽക്കണമെന്ന്. ഒരാഴ്ച കൺവെൻഷൻ നടത്തിയ പ്രതിഫലമുണ്ട്, പക്ഷെ ധൈര്യം ഉണ്ടെങ്കിൽ മഹാപ്രതിഫലം ഉണ്ടെന്ന്, വലിയ പ്രതിഫലം. സ്തോത്രം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിൽ പണ്ട് നടന്നേ. അപ്പോൾ സായിപ്പ് ഈ വൈറ്റമിൻ ഗുളിയും പിന്നെന്തെന്നാ പാൽപ്പൊടിയൊക്കെ. ഞാനൊരുത്തിനോട് ചോദിച്ചു, എൻ്റെ പൊന്നിയങ്ങാതി 5000 വർഷം പഴക്കമുള്ള മഹത്തരമായ ഈ ആർഷഭാരത സംസ്കൃതി മുഴുവൻ സായിപ്പ് പാൽപ്പൊടി കലക്കി ഒഴിച്ചപ്പോൾ ഒഴുകിപ്പോയെങ്കിൽ അത് പോട്ടെ. ഇത്രയും വലിയ സാധനം തീർക്കാൻ പാൽപ്പൊടിക്ക് വീര്യമുണ്ടേ, പാൽപ്പൊടിയാണ് വലിയ കാര്യം. മനസ്സിലായില്ലേ? 5000 വർഷം പഴക്കമുള്ള സാധനം പാൽപ്പൊടി കൊണ്ട് ഒഴിക്കുക. സായിപ്പിനെ കണ്ടാൽ ഞാനൊരു സല്യൂട്ട് അടിച്ചേനെ. ഇതാരാണ് കക്ഷി നിർത്ത്? ഇത്ര സാധനമുള്ള, ഇത്ര വീര്യം കുറഞ്ഞ സാധനമാണോ? അപ്പോൾ കാര്യം അത്യാവശ്യം പിടിയിട്ടുണ്ടല്ലേ.
ചില ആളുകൾ ഇതൊന്നും അറിയാതെ പെട്ടുകിടപ്പുണ്ടെങ്കിൽ അവരെ കൂടെ പിടിച്ചെടുക്കാനാ അർത്തമീസിന്റെ ശക്തിക്കെതിരെ പടപൊരുതാൻ ഓരോ അഭിഷിക്തന്മാരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്. ബന്ധുക്കളായി, വേണ്ടപ്പെട്ടവരായി, സുഹൃത്തുക്കളായി അനവധി ആളുകളെ, ഈ രക്തത്തിൽ പിറന്ന അനവധി ആളുകളെ ഈ രാജ്യത്തിന്റെ പലയിടത്തിൽ അർത്തമീസിനെ പോലെയുള്ള ദുഷ്ടശക്തികൾ ചവിട്ടി മെതിച്ച് ആർക്കും കൊടുക്കാതെ വണ്ണം പിടിച്ചു വെക്കുമ്പോൾ ഭക്തൻ പറയണം, നോ, ഇനി ഒരുത്തനും നിന്നെ വിട്ടുതരാതെ, ഒരു തരത്തിലും ഇത്തരം അടിമത്തത്തിന് വിധേയമാകാതെ സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാത്ത വിമോചനത്തിന്റെ വിളംബരമെന്ന മഹത്തരമായ സുവിശേഷം രാജ്യത്തോട് പ്രസംഗിക്കാനുള്ള നമ്മുടെ ആർജവം ആർക്കും പണയം വെക്കാതെ കൃത്യതയോടെ യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു സമൂഹത്തിന്റെ ആവിർഭാവം ഇന്ന് രാത്രി വീണ്ടും ഉണ്ടാകണം. സ്തോത്രം. അപ്പോൾ അത്യാവശ്യം കാര്യമൊക്കെ മനസ്സിലായി. ഇനി ഒന്നുകൂടെ, ഈ നമ്മളാരും അന്ന് ഈ സായിപ്പിനെ ഒട്ടി നിന്നവരൊന്നും അല്ല. പിന്നെ വിദ്യാഭ്യാസമൊക്കെ തന്ന മനുഷ്യർ സായിപ്പിൻ്റെ ഒക്കെ കൂടെ കൂടി. സായിപ്പ് മനുഷ്യനല്ലേ. പക്ഷെ അന്നും ഈ സായിപ്പിൻ്റെ കൂടെ ഒട്ടി നിന്ന് പലതും പിടിച്ചെടുത്തിട്ട് 7-8 തവണ സായിപ്പിന് ക്ഷമാപണം എഴുതി കൊടുത്തിട്ട് രക്ഷപ്പെട്ട മനുഷ്യരുണ്ട്. പേരിനൊപ്പം വീരൻ എന്നൊക്കെ ചേർക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മിക്കപ്പോഴും ആളുകളുണ്ടല്ലേ, ഈ വീടുകളിൽ വളർത്തുന്ന നായ്ക്ക് ചിലർ വീരൻ എന്ന് പേരിടും. അത് കടിക്കുകയില്ല ആരെയും, മനസ്സിലായില്ല. അത് കുറയ്ക്കില്ല, വേറെ കഴിവൊന്നും അതിനില്ല, എന്നാലും വിളിക്കും വീരൻ. ഇത്തരം കക്ഷികളുണ്ട്, മനസ്സിലായില്ലേ. വേറൊന്ന് ഞാൻ ചിലരോട് പറഞ്ഞു, ഈ പട്ടാളക്കാരുടെയൊക്കെ വേഷം പണ്ടെന്തായിരുന്നു, കൗവീനമായിരുന്നു. ആ കൗവീനം മാറ്റി ട്രൗസറൊക്കെ ആയപ്പോഴാണ് സായിപ്പ് വന്നപ്പോഴാണ്. ഇന്ന് ചില ആളുകൾ ഈ ട്രൗസറും ഒക്കെ ഇട്ട് കവാത്ത് നടത്തുമ്പോൾ ഇടാ, സായിപ്പ് കളഞ്ഞാൽ നീ എടുത്തിട്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ. സായിപ്പ് ഉപേക്ഷിച്ച് പോയി സാധനമൊക്കെ ഇട്ടുണ്ടാ, നീ ഈ കവാത്ത് ഇടുന്നപ്പം അതൊക്കെ കാണിച്ച് പേടിപ്പിക്കാതെ. അതൊക്കെ കാണിക്കുമ്പോൾ പേടിക്കുന്നതിൻ്റെ അടുത്തേജ് എല്ലാം ഉള്ളൂ. സ്തോത്രം. അത്രയും പറഞ്ഞ് വിടുന്നു. അത്യാവശ്യം വേണ്ടതൊക്കെ മനസ്സിലായി കാണും. ലൈവ് പോകുന്നുണ്ടല്ലോ ചോദിച്ചാൽ, പോകുന്നുണ്ടല്ലോ, ആ കറക്റ്റ് പോകണം. അങ്ങനെയാണ്. ഇപ്പം തന്നെ എനിക്ക് ആവശ്യത്തിന് പ്രശ്നമുണ്ട്, ഇതിൻ്റെ ബാക്കിയല്ല വരാനുള്ളൂ. സ്തോത്രം. തിരിച്ചു വരാം. അപ്പോൾ എന്തിനാ പറഞ്ഞേ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഔദാര്യത്തിലൊന്നും എല്ലാവരും സുവിശേഷം പ്രസംഗിച്ചേ. അവിടെ പറയാം, ഇന്ത്യയിൽ സുവിശേഷം പ്രസംഗിക്കരുതെന്നും ഇന്ത്യക്കാരനിത് വേണ്ടെന്നും നിശ്ചയിച്ചുറപ്പിച്ച ടീമായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 3 തരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുണ്ട്, ഡച്ചുകാരുടെ ഉണ്ട്, ബ്രിട്ടീഷുകാരുടെ ഉണ്ട്. ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ രജിസ്റ്റർ ചെയ്തൊരു കമ്പനിയാണ്. ലണ്ടനിൽ രജിസ്റ്റർ ചെയ്ത ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വന്ന വഴി ഞാൻ പറഞ്ഞു. അവർ ഇന്ത്യ മുഴുവൻ കാലക്രമേണ സ്വന്തമാക്കി വെച്ചു. ഇന്ത്യ മുഴുവൻ സ്വന്തമാക്കിയ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ വല്ല ഭയങ്കര സംഭവമായിരുന്നൊക്കെ പറയുമ്പോൾ ഓർക്കണം, ഇവിടെ നാട്ടുരാജാക്കന്മാർ ഭരിച്ചു മുടിക്കുകയാണെന്ന്. തിരുവിതാംകൂർ രാജാക്കന്മാരും പഴശ്ശി രാജാവും ഒക്കെ ചേർന്നുകൊണ്ട്, ഇന്ത്യ ടിപ്പു സുൽത്താനും ഒക്കെ ചേർന്നുകൊണ്ട് കപ്പം പിരിച്ച് സാമാന്യ ജനത്തിന്റെ നടുവൊടിക്കുന്ന കാലമാണ്. 108 വിധ കരമാണ് ഇന്ത്യയിലെ രാജാക്കന്മാർ പിരിച്ചെടുത്തത്. 108 വിധ കരം. തെരുവിലൂടെ നടക്കാൻ കരം, മുടി വളർത്താൻ കരം, മുടി മുറിക്കാൻ കരം, അമ്മ മാറുമറയ്ക്കാൻ കരം. അങ്ങനെ 108 വിധ കരം പിരിച്ച കാവാലികന്മാരായിരുന്നു ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർ. നടക്കരം, മുടിക്കരം, കൊടിക്കരം, മുലക്കരം, തലക്കരം, അങ്ങനെ 108 വിധ കരം. ഈ കരം പിടിച്ച് ഇവര് സുയിമാന്മാരായി ജീവിക്കായിരുന്നു. അല്ലെങ്കിൽ മനുഷ്യനെ വിവരവും അറിവും വിവേകവും കിട്ടാൻ വേണ്ടി പണിയെടുത്തവരൊന്നും അല്ല ഇവര്. അതിന്റെ കൂടെ കൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഞങ്ങളാരും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയോ ബ്രിട്ടീഷിന്റെയോ പക്ഷത്ത് നിൽക്കുന്ന ആളുകളല്ല. അതിന് കാരണം പറയാം, ഇന്ത്യയിൽ സുവിശേഷം അറിയിക്കാൻ വേണ്ടി അന്ന് വർഷങ്ങൾക്കപ്പുറത്ത് വില്യം കേരി എന്നൊരു മനുഷ്യൻ വരാൻ തീരുമാനിച്ചു. വില്യം കേരിയുടെ വിസ നിഷേധിക്കായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്തത്. ഇന്ത്യയിൽ സുവിശേഷം അറിയിക്കാൻ ഒറ്റ ഇന്ത്യക്കാരനെയും ഒറ്റ ബ്രിട്ടീഷുകാരനെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനി സമ്മതിച്ചില്ല. ഒടുക്കം കള്ളവണ്ടി കയറി ഇന്ത്യയിലേക്ക് വരേണ്ട ഗതികേടിലേക്ക് വില്യം കേരി പോയി. അദ്ദേഹം ഒരു കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിരിച്ചറിയുന്നു, വിസ ഇല്ലാതെ ഒരാൾ ഈ കപ്പലിൽ യാത്ര ചെയ്യുന്നു. 3 മാസം വിസ ഇല്ലാതെ കപ്പൽ കടൽ വഴി അലഞ്ഞു. ഈ ഇദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാൻ പറ്റിയില്ല. തിരിച്ച് ഇംഗ്ലണ്ടിൽ കൊണ്ടടിച്ചു. പിന്നെ എങ്ങനെയാണ് വില്യം കേരി വരുന്നറിയണ്ടേ? അദ്ദേഹം ഡച്ച് പ്രവിശ്യയായ സെറാംപൂരിൽ മറ്റൊരു വിസ സംഘടിപ്പിച്ച് വീണ്ടും ദീർഘദൂരം യാത്ര ചെയ്ത് കുടുംബമായിട്ട് വരിക. കുഞ്ഞുങ്ങളും ഭാര്യയൊക്കെ അടങ്ങുന്ന വിശാലമായ കുടുംബം കൊണ്ട് ഇംഗ്ലണ്ടിൽ തന്റെ ഭൂമിയും അനന്തര സംഭവങ്ങളെല്ലാം വെറ്റിപ്പെറുക്കി ആ പണവും ശേഖരിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഒരു പിടി മണ്ണ് വാങ്ങി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യ കൊള്ളയടിക്കാൻ വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെയും ഇന്ത്യയെ നവോത്ഥാനത്തിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും മാനവികതയുടെയും പുത്തൻ ദർശനങ്ങളുടെ ഉഴുതുമറിക്കാൻ വന്ന മിഷണറിമാരെയും രണ്ടായി കണ്ടു വേണം ചരിത്രം ചമയ്ക്കാൻ. ഇവിടേക്ക് വന്ന മിഷണറിമാർ 1 ഇഞ്ച് മണ്ണും കൊണ്ടുപോയില്ല, ഒരു ഫലപുഷ്ടമായ ഒരു കാര്യവും അപഹരിച്ചില്ല, തേക്ക് തടി അപഹരിച്ചില്ല, ആനക്കൊമ്പുകൾ കൊണ്ടുപോയില്ല. ഈ രാജ്യത്തിലെ വിശേഷ വിഭവങ്ങളൊന്നും സ്വന്തം നാട്ടിൽ കൊണ്ടുപോകാതെ അവർക്ക് അവിടെ എന്തുണ്ടായിരുന്നു അതൊക്കെ ഇവിടെ കൊണ്ട് ചിലവഴിച്ച് ഇവിടെ പ്രസംഗിച്ച് ഇവിടെ പ്രവർത്തിച്ച് ഈ മണ്ണിൽ മരിച്ചടങ്ങി. 2
രണ്ടായി കാണണം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിഷേധിച്ച ഇന്ത്യയിലേക്ക് വന്ന ഈ സുവിശേഷകരാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു കലാലയം രൂപപ്പെടുത്തുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യം ഒരു കലാലയം രൂപപ്പെടുത്തുന്നത് MAയും BAയും പോലുള്ള ഡിഗ്രികൾ ഇന്ത്യക്കാരൻ ആദ്യം കണ്ടത് ദൈവദാസനായ വില്യം ഗേറിയുടെ ഒരു ബൈബിൾ സെമിനാരിൽ നിന്നായിരുന്നു. ഞാൻ എന്തിനാ ഇത്രയൊക്കെ പറഞ്ഞത്? ഇന്ത്യയെ മാറ്റിമറിച്ചതിൽ, നവീകരിച്ചതിൽ മിഷണറിമാർ വഹിച്ച പങ്ക് വലുതായിരുന്നു. മറ്റൊന്നുകൂടി പറയാം. 1960 ഇന്ത്യ മഹാരാജ്യം ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. ഒരു വനിതയുടെ ചിത്രമാണ് ആ തപാൽ സ്റ്റാമ്പിൽ. ആ വനിത ആരെന്നറിയണ്ടേ നിങ്ങൾക്ക്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാട്ടുപാടുന്ന, പ്രാർത്ഥിക്കുന്ന, ആത്മാവിൽ നിറയുന്ന, അന്യഭാഷ പറയുന്ന ഒരു സഹോദരിയുടെ തപാൽ സ്റ്റാമ്പ് ഇന്ത്യ പുറത്തിറക്കേണ്ടി വരുമ്പോൾ ആ സ്ത്രീയുടെ മഹാത്മ്യം ഈ രാത്രി അന്യഭാഷയുള്ള ദൈവജനം തിരിച്ചറിയണം. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ആത്മശക്തിയുടെ അതേ നിർവൃതിയിൽ സത്യ ഏകദൈവത്തെ വിളിച്ച് ആരാധിച്ച ഒരു സ്ത്രീയുടെ പേരെന്തെന്നറിയണ്ടേ? പണ്ഡിത രമാബായി. പണ്ഡിത രമാബായി സരസ്വതി. ആരായിരുന്നു പണ്ഡിത രമാബായി സരസ്വതി? അവര് കർണാടകയിൽ ജനിച്ചു വളർന്ന ഒരു ചിത്പവൻ ബ്രാഹ്മണ സ്ത്രീയായിരുന്നു. ആരാണ് ചിത്പവൻ ബ്രാഹ്മണൻ എന്നറിയണ്ടേ? ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെ ഒരു ചിത്പവൻ ബ്രാഹ്മണനായിരുന്നു. ബ്രാഹ്മണരിൽ ഏറ്റവും കൂടിയ ആള്. ഈ പണ്ഡിത രമാബായി സരസ്വതിയും അപ്പനും അമ്മയും ദീർഘനാളത്തെ തീർത്ഥാടനത്തിനിറങ്ങി. അവർക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നിരാശ ഭക്ഷണമില്ലാത്തൊരവസ്ഥയാണ്, കഠിനമായ ദാരിദ്ര്യം. ആ ദാരിദ്ര്യത്തിന്റെ കാരണം അന്നത്തെ ചില സംഭവങ്ങളായിരുന്നു. ചിത്പവൻ ബ്രാഹ്മണായതുകൊണ്ട് മറ്റു ബ്രാഹ്മണരെ പോലും ഭക്ഷണം കഴിക്കാൻ ഒട്ടേറെ പരിമിതികൾ. തീവണ്ടി യാത്രയിൽ ഒത്തിരി ബുദ്ധിമുട്ട്. അവിടെ കിട്ടുന്ന ഭക്ഷണം കഴിക്കാൻ വയ്യ. അങ്ങനെ പോകുന്ന ഈ വേളയിൽ ഈ പെൺകുട്ടിക്കൊരു അനുഭവം ഉണ്ടായി. പ്രസിദ്ധമായൊരു തീർത്ഥാടന കേന്ദ്രത്തിലെ ഒരു ജലാശയത്തിലിറങ്ങി മുങ്ങിപ്പൊങ്ങുമ്പോൾ ഈ പെൺകുട്ടിയുടെ പക്കലേക്ക് ഒരു മനോഹരമായ വിഗ്രഹം ലഭിച്ചു. ആറ്റിൽ നിന്ന് ലഭിച്ച വിഗ്രഹമാണ്. ഇത് കിട്ടിയ മാത്രയിൽ ആളുകൾ ഇവർക്ക് ചുറ്റും കൂടിയിട്ട്, നീ ദിവ്യയായ ഒരു വനിതയാണ്, നിനക്കൊട്ടേറെ കഴിവുകളുണ്ട് എന്ന് പറഞ്ഞ് അവളുടെ അരികിൽ പ്രാർത്ഥനയ്ക്ക് വരും. അവൾ ഒരു ദിവ്യപരിവേഷം കൊണ്ടാടി ക്രമേണ ഇവരുടെ യാത്ര മുമ്പോട്ട് പോകുന്നു. ആ യാത്ര മധ്യേ അപ്പൻ പട്ടിണി മൂലം മരിച്ചു. അമ്മയും ഹതാശയായി, മറ്റ് സഹോദരങ്ങളൊക്കെ വേദനിച്ച് അങ്ങനെ പോവുകയാണ്. സംസ്കൃതത്തിൽ ആഴവേറിയ പാണ്ഡിത്യം, ഓലയും എഴുത്തുമൊക്കെ പഠിച്ച് അവഗാഹമായ ജ്ഞാനം കണ്ടെത്തിയ ആ സഹോദരി ഇങ്ങനെ പോകുന്ന യാത്രയിൽ അപ്പൻ മരിച്ചു. ക്രമേണ കുടുംബജീവിതം മുഴുവൻ താറുമാറായി തകർന്ന് ആ നിരാശയിൽ അവൾ ഈ ബിംബം വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇത്രനാളും ഉപാസിച്ച, ഞാൻ ഇത്രനാളും പ്രാർത്ഥിച്ച, ഞാൻ ഇത്രനാളും പൂജ ചെയ്ത ഈ ബിംബത്തിന് എൻ്റെ അപ്പൻ്റെ പട്ടിണി മാറ്റാൻ കഴിഞ്ഞില്ല, രോഗം മാറ്റാൻ കഴിഞ്ഞില്ല. വേദനിക്കുന്ന ഈ മനസ്സോടെ ഞാൻ എന്തിനെ സേവിക്കണമെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് അന്ന് രാത്രി പ്രാർത്ഥിച്ചു. വേദനകളെ മാറ്റുന്ന, പ്രശ്നങ്ങളെ മാറ്റുന്ന, എൻ്റെ ജീവിതത്തെ പരിഷ്കരിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ എന്നോട് ഇടപെടണം. ആ പ്രാർത്ഥന വ്യർത്ഥമായില്ല. ഏത് പ്രതിസന്ധിയും തകർക്കുന്ന പ്രാർത്ഥന എന്ന മഹത്തായ ആശയം ജീവിതത്തിൽ രൂപപ്പെട്ട ഒരാളെങ്കിലും ഇന്ന് രാത്രി വചനം കേൾക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാക്കിക്കൊള്ളണം: പ്രവർത്തിക്കുന്നൊരു മഹാദൈവം, ഇടപെടുന്നൊരു മഹാദൈവം പ്രാർത്ഥനയിൽ ഇടപെട്ടു. യേശുവിന്റെ സാന്നിധ്യം ഈ സഹോദരിയെ മാറ്റിമറിച്ചു. അവരാരായി തീർന്നറിയണ്ടേ? സതി പിന്തള്ളുന്ന നിരവധി വിധവമാരെ കൊണ്ടുവന്ന് തന്റെ സ്ഥാപനത്തിൽ പഠിപ്പിച്ചു. 360 പരം ഏക്കറിൽ വ്യാപരിച്ചു കിടക്കുന്ന മുക്തി മിഷൻ എന്നൊരു സ്ഥാപനം ഇന്ന് പൂനെയിലുണ്ട്. ഞാനും എൻ്റെ വൈഫുമൊക്കെ അടുത്ത കാലത്ത് ഈ സ്ഥാപനം കാണാൻ വേണ്ടി കടന്നുപോയി. അന്നത്തെ കാലത്ത് സതി പിന്തള്ളുന്ന സ്ത്രീകളുണ്ട്, വിധവമാർ. ഈ നോക്കണം, ഒരു പുരുഷന് 8ഉം 10ഉം ഭാര്യമാരാണ്. അതിൽ ചില ഭാര്യമാര് തീരെ കുട്ടികളാണ്, 12ഓ 13ഓ വയസ്സേ ഉള്ളൂ. നമ്മൾ കേൾക്കുമല്ലോ, വിധവമാര് ഈ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കണം. വിധവ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ സഭയിലൊക്കെ പ്രായമുള്ള കുറെ അമ്മച്ചിമാരെ നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പച്ചൻ മരിച്ചുപോയി വീട്ടിലെ ഒരു അമ്മച്ചിയെ ഓർമ്മ വരുന്നത്. അപൂർവമായി ചെറുപ്പക്കാരും കാണും. പക്ഷേ അന്നത്തെ വിധവ എന്ന് പറഞ്ഞാൽ 12 വയസ്സാണെന്ന്, 13 വയസ്സാണെന്ന്. അത് ഞങ്ങൾ തമാശയായിട്ട് പറയാറുണ്ട്. 80-85 വയസ്സുള്ള ഈ അപ്പച്ചനാണ് 12 വയസ്സുള്ള ഒരു കുട്ടിയെ കെട്ടുന്നത്. ഈ അപ്പച്ചൻ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആ സന്തോഷ നിമിത്തം അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്ന മിക്കപ്പോഴും. അതിന് തരാൻ തെളിവൊന്നും എൻ്റെ പക്കലില്ല. ഞാൻ കണ്ടെത്തിയൊരു കാര്യമാണ്. 85 വയസ്സുള്ള അപ്പച്ചൻ പെണ്ണും കെട്ടിയിട്ട് ഒരു 12 വയസ്സുള്ള കുഞ്ഞിനെ ഭാര്യയായിട്ടൊക്കെ കല്യാണമൊക്കെ കഴിച്ച് ഇങ്ങനെ സന്തോഷത്തോടെ വരുന്ന വഴിക്ക് അപ്പച്ചൻ സന്തോഷം കൊണ്ട് അറ്റാക്ക് വന്ന് മരിച്ചു. അതുകൊണ്ട് ഒത്തിരി സന്തോഷം വന്നാലും അറ്റാക്ക് വരും, സൂക്ഷിച്ചോണം. അതാ ഒരു വലിയ പ്രശ്നം. ഇങ്ങനെ മരിച്ചു പോകുന്ന ഇത്തരം ആളുകളെ കൊണ്ടുവന്നിട്ട് ഈ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ടേ ഈ കൂടെ ഈ ജീവനുള്ള പെണ്ണിൻ്റെ തലമൊട്ടയടിച്ചിട്ട് തലയിലെല്ലാം മഞ്ഞളും എല്ലാം തൂത്ത് ഇവിടെ ഈ കൂടെ കിടത്തും. എന്നിട്ട് പച്ചമുളകൾ കയറി തലങ്ങും വിലങ്ങും വെച്ചിട്ട് വള്ളിക്ക് വരിഞ്ഞ് ഇതിൻ്റെ മീതയ്ക്ക് വിറക് കമത്തിയിട്ട് ഇതിൽ ചന്ദനമുട്ടികളൊക്കെ വെച്ചിട്ട് ശേഷം നെയ്യുരുക്കി ഒഴിച്ചിട്ട് അതിലേക്ക് പന്തം കൈ പിടിച്ച് മന്ത്രതന്ത്രാദികളുടെ അകമ്പടിയോടെ തീ കൊടുത്തി താഞ്ഞ് കത്തും. അത് കത്തുന്ന വേളയിൽ ഒന്ന് പിടയാൻ പോലും സൗകര്യമില്ലാതെ ഈ കുഞ്ഞുമതിനകത്ത് കത്തിത്തീരും. ഇതാണ് സ്ഥിതി. നോക്കണേ. അപ്പോൾ ചില കുഞ്ഞുങ്ങൾ ഇതൊക്കെ വെട്ടിച്ച്, കൊച്ചുകുട്ടികളെ എൻ്റെ വഴി ഓടിയെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ, അവർ ഓടി കാട്ടിക്കീറും. പക്ഷെ പ്രശ്നം എന്താ?
നാട്ടിലൊന്നും അവരെ കണ്ടാൽ സ്വീകരിക്കുകയില്ല, കല്ലെറിഞ്ഞു കൊല്ലും. ഇത്തരം സ്ത്രീകളെ ധൈര്യത്തോടെ 2 നൂറ്റാണ്ടിനപ്പുറത്ത് ഒരു പാവം സഹോദരി പെറുക്കിക്കൊണ്ടുവന്ന് വിളിച്ചുകൊണ്ടുവന്ന് തൻ്റെ സ്ഥാപനത്തിൽ പഠിപ്പിച്ചു. അവർ 1-2 വട്ടം അമേരിക്കയിലും അതുപോലെ UK-യിലുമൊക്കെ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ ബന്ധങ്ങളിലൂടെ അവർ വല്ലാതെ വളർന്നു. 4 അടി പൊക്കമുള്ളൊരു സ്ത്രീയായിരുന്നു. 4 അടി പൊക്കം കൊണ്ട് ബോഡി ഷേവിങ് കേട്ട ഒത്തിരി അവരുടെ വിധത്തിൽ ആളുകൾ പരിഹസിച്ച ഒരു സ്ത്രീ അതൊന്നും ഗൗരവത്തിലെടുക്കാതെ മറാഠി ഭാഷയിലേക്ക് ഈ ബൈബിളിന്റെ പരിഭാഷയ്ക്ക് ശ്രമം നടത്തി. നിങ്ങൾക്കറിയണ്ടേ, ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാക്കണമെന്ന് ആദ്യം സംസാരിച്ചത് ആ വനിതയായിരുന്നു. ബ്രയൽ ലിപി ഉണ്ടല്ലോ, കണ്ണു കാണാത്തവരുടെ ഈ ലിപി മറാഠി ഭാഷയിൽ ഉണ്ടാക്കിയത് ആ സഹോദരിയായിരുന്നു. കിൻഡർ ഗാർട്ടൻ എന്നറിയപ്പെടുന്ന സ്കൂളുകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ സ്ഥാപിക്കാൻ സ്ത്രീജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണിയെടുത്തത് ആ സഹോദരിയായിരുന്നു. ഞാൻ ഇതിനെ ഇത്രയും പറഞ്ഞെന്നറിയണ്ടേ, നമുക്ക് സ്ത്രീ സമാജമൊക്കെ ഉണ്ടേ, അത് അയൽക്കൂട്ടം പോലെ കൂടി ബഹളമുണ്ടാക്കി അടിവെച്ച് പിരിയാനുള്ളതല്ല. നല്ല ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. ആത്മനിർഭര ജീവിതത്തിലേക്ക് വരുന്നതേ ആലയത്തിന്റെ 4 ചുവരുകളിൽ കുള്ളിക്കിടന്ന് ബഹളം വെക്കാനുള്ളതല്ല, ചില ദൗത്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ. അവഗണിക്കപ്പെട്ടവർ, ഒറ്റപ്പെട്ടവർ, ആരും വേണ്ടാത്ത സമൂഹത്തിന്റെ നടുവിലേക്ക് വിധവമാർക്കിടയിലേക്ക് ഇറങ്ങിക്കൊണ്ട് സമൂഹം തള്ളിക്കളഞ്ഞ ആളുകളെ ഒരു ഘട്ടത്തിൽ അവർ ചേർത്തുകൊണ്ടത് 3500 പേരെയാണ്. ഇന്നും 12,000-ലധികം അന്തേവാസികൾ അവിടെ കഴിയുന്നു. ആ സ്ഥാപനം പോയിട്ട് എനിക്കിത് കാണാൻ ഭാഗ്യമുണ്ടായി. അവസരമുള്ളവരൊക്കെ പോകണം. പൂനെയിൽ ചെന്നാൽ ഈ സ്ഥാപനം കാണാനായിട്ട് പറ്റും. എന്താണ് പറഞ്ഞു വന്നിരിക്കണ്ടേ, ഇന്ത്യയിൽ ഇന്ന് കാണുന്ന മാറ്റങ്ങൾക്ക് മുഴുവൻ പ്രേരകമായി തീർന്നത് സുവിശേഷ ആത്മാവുള്ള ദൈവമക്കളുടെ ഇടപെടലാണ്. 80-ൽ പരം ഇന്ത്യൻ ഭാഷകൾക്ക് നിഘണ്ടു നൽകിക്കൊണ്ട്, 125-ൽ പരം ഇന്ത്യൻ ഭാഷകൾക്ക് വ്യാകരണം നൽകിക്കൊണ്ട് ഇന്ത്യയെ മോടി പഠിപ്പിച്ച, ഇന്ത്യയെ മാറ്റിമറിച്ച മഹത്തായ സംസ്കൃതിയുടെ പേരാണ് വിശുദ്ധ ബൈബിൾ. അതും അതിൽ വിരാജിക്കുന്ന നസറായനായ യേശുവിനെയും ഉലകത്തിന്റെ രക്ഷകനായി ഉച്ചൈസ്തരം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശു ക്രിസ്തുവിന്റെ നാമമാണ്. യേശുവിനെ പ്രസംഗിക്കാനുള്ള ആർജവം നഷ്ടപ്പെടാതെ ഒരു പുതുതലമുറ ഈ രാത്രി സമർപ്പിക്കണം. ചെങ്ങാറമലയിൽ നിന്ന് ഈ നാടിനെ മാറ്റിയത് യേശുവാണ്. തകർന്നടിയേണ്ട ശൂന്യതകളിൽ നിന്ന് വിലയും നിലയും നിങ്ങൾക്കും എനിക്കും തന്നത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. യേശുവിന്റെ സുവിശേഷം നമ്മെ അത്തരത്തിൽ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ്. ഹല്ലേലൂയ. നമുക്ക് വിഷയത്തിലൂടെ ഒന്ന് വരാം. ബഹുമാനരെ, ഇതുപോലെ അന്ധവിശ്വാസവും ദുരാചാരങ്ങളും അനീതിയും നിലനിൽക്കുന്ന എഫെസോസ് അത് പക്ഷേ സമ്പന്നമാണ്. ആ നാട്ടിലേക്ക് പൗലോസ് സഹപ്രവർത്തകരൻ ചെല്ലുമ്പോൾ പൗലോസ് ശക്തിയുക്തം യേശുവിനെ പ്രസംഗിച്ചു. യേശുവിനെ പ്രസംഗിച്ചപ്പോൾ നാടിന് വലിയ മാറ്റമുണ്ടാ, ജനങ്ങൾക്ക് വലിയ മാറ്റമുണ്ടാ. ജനങ്ങളിൽ നിരവധി പേർ മാന്ത്രിക ചിന്തകളെ മുഴുവൻ വിട്ടു, മന്ത്രവാദ ഗ്രന്ഥങ്ങളെ മുഴുവൻ അവർ നശിപ്പിച്ചു കളഞ്ഞു. അവരുടെ ഉള്ളിൽ നിന്ന് പൈശാചിക ശക്തികൾ അവരെ വിട്ടുമാറി. അങ്ങനെ ഈ പുസ്തകത്തിന് മാത്രമേ നിഗൂഢതയുടെ അരണ്ട വെളിച്ചത്തിൽ നടക്കുന്ന മാന്ത്രിക ശക്തികളുടെ തറവാട്ടിൽ കടന്ന് വിപ്ലവം ചെയ്യാൻ, അതിനെ മാറ്റിമറിക്കാൻ ഈ ഗ്രന്ഥം ആത്മാർത്ഥമായി കയ്യിലെടുത്തവർക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് യാതൊരു ആഭിചാരത്തെയും ഭയപ്പെടാതെ, യാതൊരു മാന്ത്രിക ശക്തിയെയും ഭയപ്പെടാതെ, നസ്രായന്റെ രക്തത്തിൽ അഭയം പ്രാപിച്ചവർക്ക്, അങ്ങനെ അകപ്പെട്ട് കിടക്കുന്നവർക്ക് വിടുതൽ നൽകാൻ ദൈവാത്മാവിന്റെ പിന്തുണ, ദൈവാത്മാവിന്റെ പിൻബലം അത് അനുഭവിച്ചറിയ ദൈവമക്കൾക്ക് ഒരു കാര്യം പറയാം, ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല, അത് ദൈവത്തിന്റെ ദാനമത്രയിൽ നിന്ന് വരേണ്ടതിന് മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു. എത്രയെത്ര തകർന്നുപോയ ജീവിതങ്ങളെ ഈ പുസ്തകം ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് മടക്കി വരുത്തി. ഇത് നമുക്കൊരു കാഴ്ച കാണാം. ചെറുപ്പക്കാർ മന്ത്രവാദത്തിന്റെ പിടിയിൽ. അത് കേട്ടപ്പോൾ നമുക്ക് തോന്നുന്നു ഇവിടെങ്ങും ആരുമില്ലല്ലോ. കാരണം ഇവിടെ ഈ പുസ്തകമുണ്ടേ, സൺഡേ സ്കൂളുണ്ടേ, അവിടെ പോയി പഠിക്കുന്നവരുണ്ടേ. ചെറിയ തെറ്റും കുറ്റമൊക്കെ കുട്ടികൾക്കുണ്ടെങ്കിലും മക്കളെ ഈ പുസ്തകം രാവിലെ വായിച്ചൊരുങ്ങുന്നത് വലിയ ഒരു ഒരുക്കമാണ്. കാരണം ഇത് നിങ്ങൾക്ക് തരുന്നൊരു പ്രതിരോധമുണ്ട്. ഇത് വാക്സിൻ പോലെയാണ്. ഇതിലെ ഓരോ വചനവും ശരീരത്തിൽ ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. ഈ വചനം ഹൃദയത്തിലേക്കൊന്ന് ഏറ്റെടുത്താൽ ഒരു ശക്തിക്ക് നുഴഞ്ഞു കയറി അത്തരം ഭക്തനെ തകർക്കാൻ കഴിയാത്ത വിധത്തിൽ ഇത് സൃഷ്ടിക്കുന്ന ഒരു പ്രതിരോധമുണ്ട്. പക്ഷേ ഇന്ന് സ്ഥിതിയാകെ മാറിയിരിക്കുന്നു. ഇന്റർനെറ്റിൽ നിരവധി മാന്ത്രിക സൈറ്റുകളുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ ചെന്നുപെടുന്ന കുട്ടികളുണ്ട്. ഈ കുട്ടികൾ അധികവും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അവര് MBBS പഠിക്കാൻ, അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് പഠിക്കാൻ, മികവുറ്റ ഏതെങ്കിലും കോഴ്സുകൾക്ക് പഠിക്കാൻ കൊണ്ടു ചേർത്തു. സമ്മർദ്ദത്തിന്റെ മുമ്പിൽ നിരന്തരമായി വീട്ടിൽ നിന്ന് ലഭിക്കുന്ന അനവധിയായ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഈ കുട്ടി നന്നായി പഠിച്ചു വരണം. പക്ഷെ കട്ടിയാണ് പഠിക്കാൻ ബുദ്ധി കിട്ടുന്നില്ല, ഏകാഗ്രത കിട്ടുന്നില്ല, ഫീസൊക്കെ അടച്ചു, പക്ഷേ രക്ഷയില്ല.
ഇന്നത്തെ കാലഘട്ടത്തിൽ പഠനത്തിൻ്റെ രീതിയും ശൈലിയും ഒക്കെ മാറി, ജ്ഞാനം വർദ്ധിച്ചിരിക്കുന്നു. അതിനിപ്പോൾ ഓടിയെത്താൻ കഴിയുന്നില്ല. പഴയകാലത്തെ പഠനം പോരാ, പഴയകാലത്തെ രീതി പോരാ, കാര്യങ്ങളെല്ലാം അഡ്വാൻസ്ഡ് ആയിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെ അഡ്വാൻസ്ഡ് ആയ ടെക്നോളജികൾ അതുപോലും കാലഘട്ടം നോക്കി നിൽക്കുക കാലഘട്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കുട്ടിക്ക് ഓടിയെത്തണം, ഒപ്പമെത്തണം. ചെന്നു പെട്ടുപോയി ചില സ്ഥലങ്ങളിൽ, ബാംഗ്ലൂരിലും കോയമ്പത്തൂരിലും മുംബൈയിലും ഹൈദരാബാദിലും ഒക്കെയുള്ള ഒന്നാം നിര സ്ഥാപനങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ പോയി പഠിക്കുന്ന കുട്ടികളുടെ അരികിലേക്ക് മാന്ത്രിക ലോബികൾ അടുത്തു വരും. ഇത്തരം ചിന്താധാരകൾ വെച്ച് പുലർത്തുന്ന ആളുകൾ അടുത്തു വരും. കുഞ്ഞേ, നിനക്ക് അറിവ് വേണോ, വിവേകം വേണോ, നാളെ വരാനിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ അഡ്വാൻസ് ആയിട്ട് എന്താണ് അച്ചടിച്ചു വെച്ചിരിക്കുന്നതെന്ന് നിന്റെ സ്മൃതിപഥത്തിൽ എത്തിക്കാൻ പാകത്തിന് നിന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദിവ്യൻ സ്ഥലത്തുണ്ട്. പോയി കണ്ടാലോ, ചെറിയൊരു വഴിപാട് കാണിക്കായി കൊടുത്താൽ മതി, അധികം തുകയൊന്നും വേണ്ട. ആ പണം കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല, വാ കൊണ്ടുപോകാം. കുട്ടി പെട്ടുപോയി. അവിടെ ചെല്ലുന്നു. ഇയാൾ ചില ക്ഷുദ്രകർമ്മങ്ങൾ, ആഭിചാരകർമ്മങ്ങൾ, മന്ത്രതന്ത്രങ്ങൾക്കൊടുവിൽ ഭക്ഷിക്കാൻ ഭസ്മം കൊടുക്കുന്നു, മറ്റേതെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നു. വസ്തുതയാണ്, ഈ കുട്ടിക്ക് നോക്കി നിൽക്കെ ബുദ്ധി വർദ്ധിക്കുന്നു, അറിവ് വർദ്ധിക്കുന്നു, അതീന്ദ്രിയ ആത്മാക്കൾ അതിനോട് ഇടപെടുന്നു. നാളെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ഈ കുട്ടിക്ക് മുൻകൂട്ടി ചില കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റുന്നു. കുട്ടിയുടെ അറിവ് വർദ്ധിച്ചു, ചിന്തകൾ വർദ്ധിച്ചു. കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ ഒത്തിരി പിന്നിക്കിടന്ന കുട്ടി നോക്കി നിൽക്കെ നല്ല നിലയ്ക്ക് വളരാൻ തുടങ്ങി. അധ്യാപകർക്ക് അത്ഭുതം. അവൾ ഉത്തരം പറയുന്നു, കാര്യങ്ങൾ പ്രാപ്തിയോടെ ചെയ്യുന്നു. വീണ്ടും വീണ്ടും അവൾ ഇത്തരം അതീന്ദ്രിയ ശക്തികളെ സേവിക്കുന്നു. ആ വഴി കുറെ പോകുമ്പോൾ ആദ്യത്തെ 3-4 ഘട്ടം കഴിഞ്ഞു. സ്ഥിതി നേരെ തലതിരിയാൻ തുടങ്ങുന്നു. എന്താണ് കാരണം? അവനിലെ ചൈതന്യം പോയി, അവനിലെ ആത്മാർത്ഥ പോയി, അവനിലെ ഊർജ്ജസ്വലത പോയി. കാരണം മുമ്പ് നിങ്ങൾ ഉപയോഗിച്ച, നിങ്ങൾ സേവിച്ച അതീന്ദ്രിയ ശക്തികൾക്ക് നിങ്ങളെ രക്ഷിക്കാനൊന്നും കഴിയില്ല. അത് തന്ത്രമായിരുന്നു, നിങ്ങളെ കുരുക്കിയായിരുന്നു. ഒരു കാര്യം ഓർത്തുകൊള്ളൂ, പിശാചുക്കൾക്കൊരിക്കലും അതിനെ സേവിക്കുന്ന മനുഷ്യനോട് ഒരു താല്പര്യമില്ല, ഒരു ബഹുമാനവുമില്ല, ഒരു സ്നേഹവുമില്ല. നിങ്ങൾ സാത്താന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ എന്ന് വചനം പറയുന്നു. അറിഞ്ഞോ അറിയാതെയോ ക്രൈസ്തവ കുടുംബങ്ങളിൽ ചിലരെങ്കിലും ഹല്ലേലൂയ. ഇത്തരം ക്ഷുദ്രകർമ്മങ്ങളുടെ ആഭിചാര ശക്തികളുടെ പിന്നാലെ പോയിട്ട് ആത്മചൈതന്യം നഷ്ടപ്പെട്ട്, മുഖകാന്തി നഷ്ടപ്പെട്ട നിരവധി സുഹൃത്തുക്കൾ, ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ പോകുന്ന ആളുകൾ, മാസ്മരികമായ ഇത്തരം ശക്തികൾക്ക് കീഴടങ്ങിയിട്ട് യാതൊരു തരത്തിലും അഭിവൃദ്ധിയില്ലാത്ത മനുഷ്യര്, ഒടുക്കക്കടം, ബുദ്ധിമുട്ടുകൾ, ലോണെടുത്ത് പഠിച്ച പണം പോലും അടയ്ക്കാൻ കഴിയാത്ത കുട്ടി നാട്ടിലേക്ക് മടങ്ങി വരുന്നു. ഇത് നടക്കുന്ന കാര്യമാണ്. ഞാൻ ഇന്നലെ മിനിയാന്ന് ICPF ഒരു കൗൺസിലറുടെ അടുത്തായിരുന്നു യോഗത്തിന് പോയത്. അദ്ദേഹമായിട്ട് പേഴ്സണലി സംസാരിച്ചപ്പോഴും ധാരാളം കുട്ടികൾ ഇത്തരത്തിൽ സമനില തെറ്റപ്പെട്ടു പോകുന്നു. MDMA പോലെയുള്ള മാരക മയക്കുമരുന്നുകൾക്കും കുട്ടികൾ വിധേയരാകുന്നു. കാരണം സന്തോഷം നഷ്ടപ്പെട്ടു. കഞ്ചാവ് ലഹരിക്ക് അടിമപ്പെടുന്നു. സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട അവസ്ഥയിൽ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു. ഇന്നലത്തെ അനുഭവം ഇന്നത്തെ ദിനപത്രത്തിൽ വന്നില്ലേ? ഒരു പയ്യൻ 5-6 പേരെ കൊന്നു, വേണ്ടപ്പെട്ടവരെയൊക്കെ കൊന്നു. ദാരുണം. ഇതൊക്കെ ചെയ്യാനൊരു ചെറുപ്പക്കാരന് കഴിയുന്നത് കേവലം മദ്യലഹരിയല്ല, കേവലം കഞ്ചാവിൻ്റെ ലഹരിയല്ല, ദുരാത്മാക്കളുടെ വലിയൊരു പ്രവർത്തനം, ഒരു വലിയ ശൃംഖല അതിനുള്ളിലുണ്ട്. കേൾക്കുമ്പോൾ ചിലർ ചോദിക്കും, ഈ ഡിജിറ്റൽ യുഗത്തിൽ പിശാചുണ്ടെന്നൊക്കെ പറയാണ്ട് കിടക്കുന്നത്
അന്ധവിശ്വാസമല്ലേ, ഞങ്ങളല്ലത് പറയുന്നത്. പിശാചില്ല, അങ്ങനെയുള്ള ശക്തിയൊന്നുമില്ല. ഇതൊക്കെ പാസ്റ്റർമാർ പറയുന്നതെന്ന് പറയുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നവർക്കിടയിലുണ്ടെങ്കിൽ നമ്മൾ കൺവെൻഷൻ കഴിഞ്ഞ് ഇവിടുന്ന് പിരിഞ്ഞു. നമ്മൾ ഒറ്റയ്ക്കൊരു ബൈക്കിൽ പോകല്ലേ, നടന്നു പോവാം. അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ നല്ല ഇരുട്ട്. ടോർച്ചൊക്കെ ഇപ്പോൾ മനുഷ്യൻ കരുതാറില്ലല്ലോ. ഒരു ചെറിയ മൊബൈലിൻ്റെ വെട്ടത്തിൽ പോവാ, അല്ലേ ബൈക്കിൽ പോവാന്ന് വെച്ചോ. ഇങ്ങനെ പോകുന്ന മനുഷ്യൻ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ ഒരു 3 തവണയെങ്കിലും രാത്രിയിൽ തിരിഞ്ഞു നോക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ നോക്കിയതാ പിശാച്. ഉള്ളിൽ കിടക്കുന്ന ആ വേദന ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കും. ആശങ്ക, ആകുലത, ഈവിൾ സ്പിരിറ്റാ. ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ കൃത്യം ബോധ്യപ്പെടുത്താം. ഈ അന്തരീക്ഷ മണ്ഡലം മുഴുവൻ ഈവിൾ സ്പിരിറ്റ് ഉണ്ട്, പൈശാചിക ശക്തികൾ ഉണ്ടെന്ന് ഇവിടെ എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ പറയാം, എന്താ കാണാത്തെ? കാണാതെ ദൈവം മറച്ചു, നമ്മൾ കാണണ്ടെന്ന്. എന്നാലും അപൂർവമായി കണ്ടവരുണ്ട്, കണ്ടിട്ടുള്ളവരുണ്ട്. ചില ഘട്ടങ്ങളിൽ ചിലർ കണ്ടിട്ടുണ്ട്, അപൂർവമായി കാണാം. കർത്താവ് പറഞ്ഞേക്കുന്നേ, സാത്താൻ്റെ ആഴങ്ങളെ ആരായരുത്, അത് പോയി അന്വേഷിക്കരുതെന്ന്. കാരണം മറച്ചു വെച്ച സംഗതിയാണ്, അത് പിന്നെ തിരക്കണ്ട. മറച്ചുവെച്ച ഇത്തരം കാര്യങ്ങളെ ശ്രമം കൊണ്ട് അന്വേഷിച്ച് ഏകാഗ്രത കൊണ്ട് ആ ബന്ധം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പേരാണ് മന്ത്രവാദം. മനസ്സിലായില്ലേ? മന്ത്രവാദത്തിൻ്റെ അഡ്വാൻറ്റേജ്, ഈ പ്രാർത്ഥിച്ചൊരു കാര്യമൊക്കെ നടക്കാൻ ചില വ്യവസ്ഥകളും രീതികളുണ്ട്. ചുമ്മാ നടക്കൂല. ചുമ്മാ നടക്കുമോ? ഇല്ലെന്ന്. അതിന് കണക്കുണ്ട്, അതിന് കൃത്യമായ പാഠമുണ്ട്. ഉപവാസത്തിനൊക്കെ ചില രീതികളുണ്ട്. ശരിയല്ലേ? വ്യവസ്ഥയോടിങ്ങനെ. മറ്റേതിന് വേറെ വ്യവസ്ഥയൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് കാര്യം സാധിച്ച് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് ഈ വഴി പോകുന്ന മനുഷ്യരെ എനിക്കറിയാം. ശത്രു സംഹാരത്തിന്, അയൽ ദോഷത്തിന്, പല കാര്യത്തിന് ഈ വഴി തരയുക. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവൻ തിരിച്ചടിക്കും, തിരിച്ച് നശിപ്പിക്കും. ക്ഷമിക്കണം, നിങ്ങളുടെ പരിസരത്തെ, നിങ്ങളുടെ അറിവിലേ ഇത്തരം കർമാദികളിലൂടെ കടന്നുപോയ ഏതെങ്കിലും വീടുകളെയോ വ്യക്തികളോ ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ. മുടിഞ്ഞ് തകർന്ന് തരിപ്പണമായി അതവിടെ കിടപ്പുണ്ട്. നിരാശ ബാധിക്കുന്ന അനുഭവത്തിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങളേ, ഞാൻ കാസർഗോഡ് ജില്ലയിലായിരുന്നു കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ്. അവിടെ ചില ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ വലിയ സമ്പന്നരാണ്, 10-40 ഏക്കറുള്ള ജന്മിമാരാണ്. വീടുകളിൽ പലതും ഭീകരാവസ്ഥയിൽ കിടക്കുന്ന ടാർസൻ കോട്ട പോലാണ്. കാരണം എന്തെന്നറിയണ്ടേ? ഒരു കാലഘട്ടത്തിൽ ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങൾ, അവയെ ആവസിപ്പിച്ച് മാന്ത്രിക ശക്തികളെ ഉപയോഗിച്ചുമൊക്കെ ചെയ്തു കൂട്ടിയ ക്രിയകൾ, മനുഷ്യദ്രോഹപരമായ കാര്യങ്ങൾ, ജീവനുള്ളവനെ കൊന്നു കൊല വിളിച്ച് കണ്ടെത്തി ചവിട്ടിത്താഴ്ത്തിയ അനുഭവങ്ങൾ, നിഗൂഢതയിൽ ചെയ്തു വച്ച ഇത്തരം കർമ്മങ്ങൾ, മനുഷ്യന്റെ പ്രാണൻ അപകരിച്ചു കളഞ്ഞ 100 കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കണക്കുകൾ അത് ചോദിക്കാതെ വിടില്ല. ഒറ്റ വഴിയേ ഉള്ളൂ ഇതൊക്കെ മാറ്റാൻ. ഒറ്റ വഴി, രണ്ടാമതൊരു വഴിയില്ല. നോക്കണം, അന്യന്റെ സമ്പത്ത് അപകരിച്ചും അതിരുമാദ്യമൊക്കെ ഉണ്ടാക്കിയതിൻ്റെ അർഹതപ്പെട്ടത് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാതെ പിടിച്ചു വാങ്ങിയ അനുഭവങ്ങളുണ്ട്. നോക്കണം, കള്ളക്കേസ് പറഞ്ഞും മറ്റു രീതിയിൽ ആളുകളെ സ്വാധീനിച്ചുമൊക്കെ സ്വന്തമാക്കി വെച്ച മുതലുകളുണ്ട്. ഇത് ആദ്യമൊന്നും നമുക്ക് സന്തോഷം പകരും, പക്ഷേ ആത്യന്തികമായി പരാജയം. ഞാനൊരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ചെന്നു. മർത്തോമാ സഹോദരങ്ങൾ നടത്തുന്നൊരു വലിയ യോഗമാണ് കുമ്പനാട്, കല്ലേലിയ എന്ന് പറയും. ആ പ്രാർത്ഥന കഴിഞ്ഞ് അവിടെ വന്ന ഒരു സഹോദരൻ പരിചയപ്പെട്ടു. സഹോദരൻ പരിചയപ്പെട്ടിട്ട് മോന് വേണ്ടി പ്രാർത്ഥിക്കണം. 45 വയസ്സുള്ള ഡോക്ടറാണ്, ഇതുവരെ കല്യാണം നടന്നിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അവിടെ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, അമ്മ കിടപ്പുണ്ട് അകത്ത്. നോക്കുമ്പോൾ എന്താ വിഷയം തരണ്ടേ? അമ്മയുടെ പ്രത്യേകത, അവരും ഡോക്ടറായിരുന്നു. അകത്ത് കിടക്ക, ബോധമില്ലാതെ കിടക്കുകയാണ്. ആ പരിസരമൊക്കെ കാണണം. അപ്പനും മോനും ഇതേ ഉള്ളൂ. ഈ പയ്യനോട് സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്ന എന്താ? അവൻ പറയാം, ഞാനെന്തിന് കല്യാണം കഴിക്കണം പാസ്റ്റർ? ഇത് കണ്ടില്ലേ? അപ്പനോട് ഭയങ്കര വിരോധം, പലപ്പോഴും ഏറ്റുമുട്ടൽ, പ്രശ്നങ്ങൾ. നല്ല വിവരമുള്ള പയ്യനെ, പക്ഷേ കുടുംബത്തിൽ സമാധാനമില്ല. ഇതിനൊക്കെ ചില കണക്കുകളുണ്ട്, ഇതിനൊക്കെ ചില കാര്യങ്ങളുണ്ട്. കാരണം അന്യൻ്റെ അപകരിച്ചും വേണ്ടാത്തത് പിടിച്ചു വാങ്ങിയും മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്ന ഇത്തരം ആളുകൾ പഠിച്ചുകൊള്ളണം. നേരാം വിധത്തിലല്ലാതെ ഇത്തരം രീതികളെ വശംവദമാക്കിക്കൊണ്ട് ആർജിക്കുന്നതൊക്കെ കുറേ ഗുണം ചെയ്യും. അല്പം കഴിഞ്ഞാൽ അത് തിരിച്ചടിക്കുന്നൊരു കാലം വരും. ആ തിരിച്ചടിക്കുന്ന കാലത്ത് അതിനെ നേരിടാൻ ഒരു വഴിയുമില്ല. സമനില തെറ്റി ഇത്തരം കുഞ്ഞുങ്ങളുണ്ടേ, യാതൊരു ബോധവുമില്ലാതെ പോകുന്ന അനവധി വീടുകളുണ്ടേ. ഈ പരാജയപ്പെട്ടവനെ തിരിച്ചു പിടിക്കാൻ ഒരു കൗൺസിലിങ്ങിനും കഴിയില്ല, ഒരു തീർത്ഥാടന കേന്ദ്രത്തിനും ത്രാണിയില്ല.
ഇവനെ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് മടക്കി വരുത്താൻ കെൽപ്പുള്ള ഒരേ ഒരു വഴി യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. അതുകൊണ്ട് ഇത്തരം കർമ്മമണ്ഡലങ്ങളിൽ കുരുങ്ങിപ്പോയ ഒരാളെങ്കിലും ഈ രാത്രി വചനം കേൾക്കുന്നെങ്കിൽ, എത്ര ഭീകരമാണ് നിന്റെ ജീവിതമെങ്കിലും ഇന്ന് രാത്രി നിന്നെ വിടുവിക്കാൻ കഴിയുന്ന മഹത്തരമായ സന്ദേശം നസ്രായനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. അത് കുടുംബത്തെ മാറ്റിമറിക്കും. നഷ്ടപ്പെട്ട ചൈതന്യം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു തരും. പ്രതീക്ഷകളുടെ പുത്തൻ വഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും. ആർക്കാഗ്രഹമുണ്ട് ജീവിതത്തിൽ, കുടുംബത്തിൽ ഇത്തരം ഒരു മാറ്റത്തിന് വേണ്ടി? ആര് കാത്തിരിക്കുന്നു? വിടുവിക്കുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ചില പ്രത്യേക ഔദ്യോഗിക സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന കാലത്തെ നിരപരാധികളെ ഇടിച്ച് പഞ്ചറാക്കും. അവരുടെ പ്രാണൻ ആ സ്ഥാപനത്തിൽ വെച്ച് തന്നെ നശിപ്പിച്ചിട്ട് ഇരുചെവി അറിയാതെ കൊണ്ട് കത്തിച്ചു കളഞ്ഞ മനുഷ്യരില്ലേ? പ്രമുഖമായ രാജൻ കൊലക്കേസ് പോലുള്ള സംഭവങ്ങളില്ലേ? എന്തു പറ്റി പിൽക്കാലത്ത് ഈ തലമുറയ്ക്കെന്നറിയണ്ടേ? മാരകമായ അവസ്ഥയിലേക്ക് ഇതിന്റെ പിന്നിലൊക്കെ പണിയെടുത്ത ആളുകളെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെയാ. പക്ഷേ തെരുവിലിറങ്ങി നടക്കാൻ കഴിയാത്തവണ്ണം പുഴുവരിച്ച് ചത്തുപോയ മാരകമായ സ്ഥിതിവിശേഷങ്ങളുടെ ചരിത്രം നമ്മുടെ കൺമുമ്പിൽ കാണുകയാ. ഭീകരമായ ഇത്തരം ചരിത്രം ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുക. ഇത്തരത്തിലെ ശാപങ്ങൾ ആർക്കും പരിഹരിക്കാനാവാത്ത, ഇത്തരം കാര്യങ്ങൾ ആർക്കും അടിക്കാനാവാത്ത ഇത്തരം കെട്ടുകളെ കണ്ടിട്ട് പ്രവാചകൻ പറയാ, എല്ലാ ബന്ധനങ്ങളെയും തകർക്കുക, അന്യായ ബന്ധനങ്ങളെ തകർക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ തകർക്കുക. നുകത്തിന്റെ അമിക്കയറുകളെ തകർത്തുകൊണ്ട്, അന്യായ ബന്ധനങ്ങളെ തകർത്തുകൊണ്ട് മനുഷ്യരാശിക്ക് സ്വാതന്ത്ര്യം വിളംബരം ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ആലോചന യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അടിമനുഖത്തിൽ ഇനി കുടുങ്ങിപ്പോകരുതെന്ന്. സ്തോത്രം. ഈ വലിയ പ്രക്രിയ ചെയ്യാനാ എഫെസോസിലേക്ക് പൗലോസ് ഇല്ലെന്ന്. കോംപ്രമൈസ് ഇല്ല. പ്രസംഗം കഴിഞ്ഞപ്പോൾ ആളുകൾ കരയാൻ തുടങ്ങി, കണ്ണീരൊഴുക്കാൻ തുടങ്ങി. പലരും വട്ടം കൂടി നിന്നിട്ട് പറഞ്ഞു, സാർ രക്ഷിക്കണേ. പൈശാചിക ശക്തികളെ ആവസിപ്പിച്ചു തിന്മയുടെ വഴിയിലൂടെ നടക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലേക്ക് ഇന്ന് കേട്ട സുവിശേഷം ഹൃദയകാരിയായൊരു സൗഖ്യം നൽകുന്നു. എനിക്ക് കൂടുതൽ അറിയണം. പൗലോസും അപ്പോസ്തലന്മാരും ഒരു റൗണ്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സ്ഥിതി മാറി. വലിയ മാനസാന്തരം, ജനം വിടുവിക്കപ്പെടുന്നു. ഒക്കെ കഴിഞ്ഞപ്പോൾ ദമത്രിയവെന്നറിയപ്പെടുന്ന ഒരു വിഗ്രഹ നിർമ്മിതാവ് അസോസിയേഷനെ ആളുകളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇത് ഗതികേടാവും. ബൈബിൾ എഴുതിയിരിക്കുന്ന കേട്ടോ, 19:22 മുതൽ. അർത്തമിസ് മഹാദേവിയുടെ സ്വർണത്തിലും വെള്ളിയിലുമൊക്കെ ഉള്ള ശില്പം തീർക്കുന്ന നമ്മുടെ സമ്പാദ്യവും നമ്മുടെ ഉപജീവനവുമല്ല ഇതാ. ഇയാളിത് വന്ന് പ്രസംഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ വ്യവസായം പൂട്ടും. ഒരു കാര്യം മനസ്സിലായോ? ഇത്തരം വ്യവസായത്തെ പൊട്ടിക്കാൻ നമ്മുടെ ഒറ്റ പ്രസംഗം മതിയായിരുന്നു. ഒറ്റ പ്രസംഗം. അപ്പോൾ നമ്മൾ പറയുന്ന പ്രസംഗത്തിൻ്റെ വാല്യൂ ഓർത്തേ, അതിൻ്റെ ഗൗരവം ഓർത്തേ ദൈവമക്കൾ, കർത്താവദാസന്മാരെ, നമ്മൾ ചെയ്യുന്ന മഹത്തരമായൊരു ജോലിയാട്ടോ. ഒരു വ്യവസായം മുഴുവൻ തകർത്തും. അതുകൊണ്ട് ഇവരെ വിളിച്ചടിക്കണം, കൊല്ലണം. നമ്മുടെ ജീവിതം തകർത്ത കക്ഷികളാണ്. വട്ടം കൂടി പൗലോസിനെ പിടിച്ചു. ഇത് പൗലോസ് അത്ര കണ്ടിരിക്കുന്നു. കോംപ്രമൈസ് ഇല്ല. ഇത്തരം വ്യവസായം തകർത്ത ഈ പുസ്തകം ഇവിടെ വരെ വന്നത്. ചെങ്ങാറമലയുടെ മേഖലയിൽ, എഴുമറ്റൂരിൻ്റെ മണ്ഡലത്തിൽ, ഈ തിരുവല്ല താലൂക്കിൽ, മല്ലപ്പള്ളി താലൂക്കിൽ, തിരുവല്ല മേഖലകളിൽ, പത്തനംതിട്ട ജില്ലയിൽ, കേരളക്കരയിൽ ഈ പുസ്തകം എവിടെ ആധിപത്യം ചെലുത്തിയിട്ടുണ്ടോ ആ കുടുംബങ്ങളിലെല്ലാം വലിയ മാറ്റം, വലിയ വിടുതൽ. ആ കുടുംബങ്ങളിൽ മദ്യാസക്തിയുടെ ആത്മാവിന് വസിക്കാൻ കഴിയില്ല. ആ കുടുംബങ്ങളിൽ പാവത്തിന്റെ ശക്തിക്ക് വസിക്കാൻ കഴിയില്ല. ആ കുടുംബങ്ങളിൽ ഇരുട്ടിന് വാഴ്ച നടത്താൻ കഴിയില്ല. നമുക്ക് ജയമെടുത്തേ പോകാൻ കഴിയൂ. ഈ രാത്രി ജയമെടുക്കാതെ ആരും ഇവിടുന്ന് വിട്ടുപോകരുത്. ഇരുട്ടിന്റെ ശക്തികളെ ആവകിപ്പിച്ച് ഭാവിയുടെ വഴികൾ എന്തായി തീരുമെന്ന് ഇങ്ങനെ ചിന്തിച്ച് പൈശാചിക വഴിയിലൂടെ യാത്ര ചെയ്ത് ആളുകൾ പോയെങ്കിൽ മറുവശത്ത് ജയം തരാ നസ്രയനായ യേശുവിൻ രക്തത്തിന് ശക്തിയുണ്ട്. നമുക്കൊന്ന് തിരിച്ചു വരണം. പൗലോസിനെ തല്ലാനും കൊല്ലാനും ഒക്കെ ആൾ കൂടിയപ്പോൾ പട്ടണ മേനവൻ കേസ് പിടിച്ചു. വിവരമുള്ള മനുഷ്യനായിരുന്നു. അയാൾ കാര്യമെല്ലാം കണ്ടിട്ട് പറഞ്ഞു, ഇതാണോ കാര്യം? ഈ പൗലോസ് എന്ന ആള് ഇതിനെതിരെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതിനെതിരെ ഒന്നും ആരും പറയണ്ട, ഞങ്ങളുടെ പണി അതല്ല, അതിന് കൊള്ളൂല എന്നും പറയും. കൊള്ളാമെന്നാണല്ലോ ഞാൻ പറഞ്ഞേ. എങ്ങനെ കൊള്ളാം? ചില പണിയൊക്കെ ചെയ്യാൻ തന്നെ അറിയാം, ചില ശക്തിയൊക്കെ അതിനുണ്ടെന്നേ. നമുക്കത് വേണ്ടെന്നേ പറയാം. അത് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ?
ഒരുത്തം കൊണ്ടൊരു സാധനം തരാം, അയാൾ പറയാം ഇന്ന ഇന്ന യോഗ്യതയുണ്ട്, ഇന്ന ഇന്ന യോഗ്യതയുണ്ട്. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ എനിക്ക് വേണ്ട, അത്രേ പറഞ്ഞുള്ളൂ. നമുക്കിത് വേണ്ട, വിട്ടു. അപ്പോൾ അയാൾ നമ്മുടെ ഇതിനെയൊന്നും വിമർശിച്ചു ഒന്നുമില്ല, പോട്ടെ, അയാളെ വിട്ടേക്ക്. തന്നല്ല, അങ്ങനെ കയറി ഉപദ്രവിക്കാൻ നിയമമില്ല ഈ രാജ്യത്ത്. വ്യവഹാര ദിവസങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ, ന്യായാധിപതി വരികയും കാര്യങ്ങൾ ചർച്ചയും ചെയ്യും. അപ്പോൾ അയാൾ ഒന്നുകൂടി പറയാം. ഇപ്പം ഇവർ പറഞ്ഞാലും ഇല്ലെങ്കിലും എഫസോസിൻ്റെ രാജ്ഞിയായ ഈ ദേവതയുണ്ടല്ലോ, അർത്തമീസ്, അവൾ ഈ പട്ടണത്തിൻ്റെ മുഴുവൻ കർത്തൃത്വമുള്ള ആളും ഭൂമി എങ്ങും വന്നിച്ചു വരുന്നവളുമായൊരു ശക്തിയാണ്. അത് ഇവരെത്ര പറഞ്ഞാലും പോവില്ല എന്നാ പറഞ്ഞത്. പക്ഷെ പൗലോസ് പറഞ്ഞു തീർന്നപ്പോഴേക്കേ അതിൻ്റെ ശക്തിയൊക്കെ പോയി. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ആരേത് തരത്തിൽ ഇത്തരം ദുഷ്ടശക്തികളെ ആവസിപ്പിച്ചു വച്ച് ഏത് തരത്തിലെ ഇടപാടുകൾ നടത്തിയാലും അപ്പുറത്ത് ആത്മാർത്ഥമായി മുഴങ്കാലെന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ ഒറ്റ പ്രാർത്ഥന മതി അതിൻ്റെ ഇരിപ്പിടം തകർത്ത് അതിൻ്റെ അസ്ഥിവാരം കുഴത്തോണ്ടി സകലതും മാറ്റിക്കിട്ടും. ഹല്ലേലൂയ. ഞാൻ പിറത്ത് ആൾക്കപ്പുറത്തൊരു കൺവെൻഷൻ പോയി. വിചിത്രമായൊരു കാഴ്ച കണ്ടു. ഈ റോഡ് ഇങ്ങോട്ട് വന്നിട്ട് ഒരാവശ്യമില്ല, ഇങ്ങനെ വളഞ്ഞു പോവുക. അപ്പോൾ ആ റോഡ് സൈഡിലൊരു വീട്ടിൽ ആണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അപ്പം ഞാൻ അവരോട് ചോദിക്കണം, ഇതെന്താ ഇങ്ങനെ വളയുന്നു, നേരെ പോകാൻ വയ്യാഞ്ഞിട്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ രസകരമാണ്. ഇതിലേ പൊയ്ക്കൊണ്ടിരുന്ന വഴിയാണ്. ആളുകളായി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. കാരണം ഇതുവഴി ഒരു കോലം തുള്ളിപ്പോകുന്ന ഏർപ്പാടുണ്ട്, ഭീകരം അത് കാണാൻ. മനുഷ്യൻ ഈ കോഴിയെ കടിച്ചു പറിച്ച്, ജീവനുള്ള വസ്തുവിനെ കടിച്ചു പറിച്ച് ചോരയൊക്കെ ഒലിപ്പിച്ച് ഇങ്ങനെ പോവാ. ഞാനിന്ന് പ്രാർത്ഥിച്ച് കുറേ കഴിഞ്ഞപ്പോൾ, നാളുകളേറെ കഴിഞ്ഞപ്പോൾ ഇതിലേ വരുന്ന പുള്ളികൾക്ക് ഇവിടെ വരുമ്പോൾ ശക്തി പോവാ. മനസ്സിലായില്ലേ? DGP ആയിട്ട് വന്നിട്ട് ലോക്കലായി പോയുള്ള സ്ഥിതി ആലോചിച്ച് ഒരു പരിധി കിടക്കുമ്പോൾ ഇവിടെ കഴിഞ്ഞാൽ പിന്നെയും കിട്ടും. അപ്പോൾ അവർ തീരുമാനിച്ചു ഇനി ഈ വഴിയില്ല, അങ്ങനെ വഴി മാറ്റി വെട്ടി. സർക്കാർ ലാസ്റ്റ് വന്നപ്പോൾ അതങ്ങ് വഴിയാക്കിയത്. എനിക്ക് ചിരിയും വന്നു. അത് സത്യ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോ ചിലതൊക്കെ അങ്ങ് പോകുന്നു. പിന്നെ ഇത് പരീക്ഷിച്ച് നോക്കിയോ, പ്രാർത്ഥിച്ചോ ഇന്നു മുതൽ ദൈവമക്കൾ ചിലതൊക്കെ അങ്ങ് പോകും. പുതിയ സർവേയൊക്കെ അത് വരികയാണ്. ഇന്ത്യ മഹാരാജ്യത്തിന് വലിയ മാറ്റമാന്നേ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒന്ന് പഠിക്കണം ചിലതരം ചരിത്രം. ആൾത്തിരക്കും ബഹളമൊക്കെ പോയിട്ട് സ്ഥിതിയാകെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. ദുരാലോചനകളുടെ അന്ധകാര ശക്തികളുടെ കോട്ട ഇടിച്ച് നിരത്തി ദൈവം വലിയ പ്രവൃത്തി ചെയ്യുക. അച്ഛാ, അടുത്ത വർഷം ഒരു കൺവെൻഷൻ നടത്താൻ ദൈവം കൃപയും ഭാഗ്യവും ശക്തിയൊക്കെ തന്നെങ്കിൽ ഇരട്ടി ആത്മാക്കൾ പുതുതായി കർത്താവിനെ സ്വീകരിച്ചവർ ഈ സ്ഥലത്ത് നിലനിൽക്കണം, പരിസരത്ത് നിലനിൽക്കണം. രക്ഷിക്കാൻ കഴിയാത്ത ഇത്തരം ദുഷ്ടശക്തികളുടെ ആ ഉള്ളടക്കങ്ങളെ മുഴുവൻ തകർക്കാൻ കഴിയുന്ന ദൈവകൃപയാണ് നമ്മിൽ വ്യാപരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ഓരോ നിയമങ്ങളും ഒന്ന് മനസ്സിലാക്കി ഇന്ന് പിരിയാവൂ. ഇത് കേവലം ഒരു പ്രാർത്ഥനയല്ല, ഒരു മണ്ഡലത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന അത്യന്ത ശക്തിയാ ഈ ശരീരത്തിൽ പകരുന്നത്. ദേശത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ അതിന് സാധിക്കുമെന്നുള്ളതാണ് ആ പ്രാർത്ഥനയുടെ ശക്തി. എലിയ വന്നിട്ട് ഒരാൾ പ്രാർത്ഥിക്കാൻ മുഴങ്കാൽ മുട്ടക്കി പിടിക്കപ്പെടുമെന്നൊക്കെ അറിഞ്ഞപ്പോൾ അവസാനം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒരുത്തം മാത്രമേ ഉള്ളല്ലോ കർത്താവേ. അന്ന് ആദ്യമായിട്ട് ഏലിയാവിന് അയാളുടെ കുറവ് മനസ്സിലായത്. ഞാൻ നിന്നോട് പറഞ്ഞു നീ ഒരുത്തം മാത്രമുള്ളെന്ന് ആര് പറഞ്ഞു? 7000 പേരെ ഞാൻ വേറെ ശിക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ ഞാൻ ഒരുത്തനേ ഉള്ളെന്ന്. നമ്മുടെ കൂടെ വലിയൊരു സൈന്യമുണ്ട്, പ്രാർത്ഥിക്കുന്ന വലിയൊരു ജനതയുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ പിൻബലമാണ് എന്നെപ്പോലൊരാളെ നിലനിർത്തിയിരിക്കുന്ന കേട്ടാ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെന്ന് എനിക്കറിയാം. ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. തകരാതെ തളരാതെ നിലനിൽക്കുന്നതിന് പിന്നിൽ പ്രാർത്ഥിക്കുന്ന അനവധി ആളുകളുണ്ട്. പ്രാർത്ഥന ചിലവേറിയ ഒരു കാര്യമല്ലായിരിക്കാം, പക്ഷേ അതിൻ്റെ മൂല്യം ഫലവത്താണ്. വളരെ ഫലവത്താണെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ ഇന്ന് പ്രാർത്ഥിക്കുന്ന ചിലർ എഴുന്നേൽക്കണം. ദുഷ്ടൻ്റെ ആധിപത്യങ്ങളെ തകർക്കുന്ന ചിലതരം പ്രാർത്ഥനകൾ ശക്തിപ്പെടണം. പ്രസംഗിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ ആ ശക്തിയാൽ ആത്മാക്കൾ വിടുവിക്കപ്പെടണം, രോഗികൾ സൗഖ്യമാകണം, ഭൂതങ്ങൾ അലറിയോടണം. ആദിമ പിതാക്കന്മാരുടെ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് യോഗങ്ങളെ മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയത്തക്ക വിധം നമുക്ക് സമൂലമായിട്ടൊന്ന് മാറണമെന്നേ. അതിനാണ് പ്രാർത്ഥന, അതിനാണ് യോഗം, അതിനാണ് ആത്മസമർപ്പണം വേണ്ടത്. അതില്ലാതിരുന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. സ്തോത്രം. സഭകളൊക്കെ വിടുവിക്കപ്പെടണം, സഭകളൊക്കെ അനുഗ്രഹിക്കപ്പെടണം. ഇവിടെ ധാരാളം ദൈവമക്കളുള്ള കൂട്ടായ്മകളുണ്ട്. ഒരു ഹാളും അടഞ്ഞു കിടക്കാൻ പാടില്ല, ഒരു ക്രിസ്തീയ കൂട്ടായ്മയും അടഞ്ഞു കിടക്കാൻ പാടില്ല.
എല്ലാ സഭകളിലും തമ്പുരാൻ ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എഴുന്നേൽക്കണം, പ്രവർത്തിക്കുന്ന ദൈവമക്കൾ എഴുന്നേൽക്കണം. പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ചില ദേശാധിപ ശക്തികളെ മുഴുവൻ ദൈവം അടിച്ച് തകർത്ത് തരിപ്പണമാക്കി അതിൻ്റെ അകത്തുനിന്ന് വീണുന്ന ആത്മാക്കളെ കൊണ്ട് സഭകളെ നിറയ്ക്കും. അതാ പഞ്ചാബിൽ നിന്ന് കാണുന്നതേ, ഛത്തീസ്ഗഡിൽ കാണുന്നതേ, ബീഹാറിൽ കാണുന്നതേ. എന്തായിരുന്നു പഞ്ചാബിന്റെ സ്ഥിതി എന്നറിയണ്ടേ? ഒരു കാലത്ത് ഈ പഞ്ചാബിൽ നമ്മൾ യാത്ര ചെയ്താൽ മുറുക്കാങ്കരുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ബോർഡ് വെച്ചിരിക്കുക, തോക്ക് വിൽക്കപ്പെടും. അങ്ങനെയാണ്. എനിക്കൊത്തിരി ഭീഷണിയും പ്രശ്നമൊക്കെ വന്നപ്പോൾ ഒരു പാർട്ടി ഇടപെട്ടോട്ട് പറഞ്ഞു, ഒരു തോക്കിന് അപേക്ഷിച്ച ലൈസൻസ് കിട്ടാനുള്ള സഹായം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കി, തോക്കും കൊണ്ട് പോയി സുവിശേഷം പ്രസംഗിക്കേണ്ടിരുന്നൊരവസ്ഥയെ. മറ്റൊരു ഘട്ടത്തിൽ പറഞ്ഞ് പോലീസിൻ്റെ സെക്യൂരിറ്റി തരാമെന്ന് പറഞ്ഞു. ഞങ്ങളൊരു 3-4 പേരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പോലീസിൻ്റെ സെക്യൂരിറ്റിയോടെ പോയി. അവൻ ഉത്തരവാദിത്തമുണ്ട്, നോക്കിയാൽ മതിയെന്നേ. പക്ഷേ ഇത് തന്ന ഒരാളില്ലേ, അവിടത്തേക്ക് ഉത്തരവാദിത്തം ഇല്ലേ? നമ്മളിതെല്ലാം അനുഭവിച്ചോളാം എന്ന് കരുതി സുവിശേഷ വിലയ്ക്ക് ഇറങ്ങിയതാ അല്ലേ? അല്ലാത്തൊരിറങ്ങരുത്. സ്വോത്രം. എന്തേ പറയാൻ കാരണം? നമ്മളേ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, തമ്പുരാൻ നമുക്ക് ഇട്ടിട്ടുള്ള ആയുസിൻ്റെ 1 മിനിറ്റ് മുമ്പിൽ വെച്ച് തകർക്കാൻ ദൈവം ആരും അനുവദിക്കില്ല. ധന്യനായ പൗലോസ്ലീഹേ അണലി കടിച്ചു. അണലി കടിക്കുമ്പോൾ അണലി ആരെ കടിച്ചാലും മരിക്കും. അതിന് പൗലോസാണെന്ന് നോട്ടമൊന്നുമില്ല, ഉണ്ടോ? ഒന്നുമില്ല. ഇപ്പോൾ ഈ അണലി എന്നൊന്നും പറയാൻ പാടില്ല. പാമ്പെന്ന് പറഞ്ഞാൽ കേസെടുക്കുന്നൊരു കാലമാണ്. നമ്മൾ പാമ്പ് എന്നത് മാറ്റിയിട്ട് അതിഥി എന്ന് പറയണമെന്നാണ്. അതിഥി. ഇന്നൊരു അതിഥി ഉണ്ടെന്ന് വീട്ടിൽ പാമ്പ് കയറിനടുത്തും പറയും, ഇന്ന് നമുക്കൊരു അതിഥി ഉണ്ടെന്ന്. പണ്ടൊക്കെ അതിഥി കേൾക്കുമ്പോൾ നമ്മുടെ വിചാരം അമ്മാച്ചൻ്റെ മോനോ മോളോ ഇവരാരും വന്നു നോർത്ത് പ്രതീക്ഷയോടെ വരിക. അന്നേരം കേൾക്കുന്നത് വീട്ടിലൊരു അതിഥി ഉണ്ടെന്ന്. അതിഥിയെ പിടിക്കാൻ ആതിഥേയം ചെന്നൊരു കൊത്തു കൊടുത്തിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നുണ്ട്, രക്ഷപ്പെട്ടു. അതിഥിക്ക് മനസ്സിലായില്ല ആതിഥേയം ചെന്നാന്നൊരു കൊത്ത്. ഇതാണല്ലി, ആരെ കുത്തിയാൽ എഫക്റ്റാ. പൗലോസാന്നോർത്ത് വിഷമില്ലാതിരിക്കുകയല്ല. നീറോ കൈസർ ആർക്കിട്ട് വെട്ടിയാലും തല തെറിക്കും. പക്ഷേ അണലി കടിച്ചപ്പോൾ പൗലോസ് അങ്ങ് കുടഞ്ഞു, തീക്കകത്തത് യാത്തു. ഇപ്പം വീർക്കുമെന്നോർത്തു. എന്താ സംഭവിച്ചതെന്നറിയണ്ടേ? ഒറ്റ കാര്യമുള്ളൂ, ഒറ്റ കാര്യം. ഒരു ദൂത് പൗലോസിനുണ്ടായിരുന്നു, നീ കൈസറുടെ മുമ്പാകെ നീക്കും. വാഗ്ദത്തമുള്ളവൻ്റെ വാഗ്ദത്ത വഴിയിൽ വെച്ച് ആര് കൊത്തിയാലും അവിടെ ചെന്ന് നിൽക്കാതെ എനിക്ക് മരണമില്ല. കോവിഡ് ബാധിച്ചാലും കൊള്ളാം, ക്യാൻസർ ബാധിച്ചാലും കൊള്ളാം, ശത്രുവിൻ്റെ പട ചുറ്റും നിന്നാലും വാഗ്ദത്തമുള്ളവൻ്റെ വഴി ഇടയ്ക്ക് വെച്ച് നശിപ്പിക്കാൻ ഉലകത്തിലൊരു ശക്തിക്കും സാധിക്കാത്ത വിധത്തിൽ വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമാണ്. ഏത് ഡോക്ടറും വിധി എഴുതട്ടെ, ഏത് സമൂഹവും വിധി എഴുതട്ടെ, പൗലോസേ നീ കൈസറുടെ മുമ്പാകെ നിൽക്കണം. വാഗ്ദത്തമുള്ള നമുക്ക് ഇന്ന് വിശ്വാസത്താൽ ഇതിനെ കുടഞ്ഞു കളഞ്ഞിട്ട് പറയണം, ഞാൻ ഇപ്പോൾ തൽക്കാലം നിനക്ക് കീഴടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കൊരു വിളിയുണ്ട്, എനിക്കൊരു നിയോഗമുണ്ട്, ചങ്കുറപ്പോടെ പോയി ഞാൻ നിൽക്കേണ്ട ഒരു സ്ഥലമുണ്ട്. വാഗ്ദത്തം ഇനിയും തീരാതെ എന്നെ പിൻഗമിക്കൊണ്ട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ എനിക്ക് ജീവിതം അവസാനിപ്പിക്കാൻ കഴിയില്ലെന്നേ. അതുകൊണ്ട് അവിടെ വരെ പോകും. ഈ വചനം ഏറ്റെടുത്ത് ഇന്ന് ഏതൊരാൾ ഇവിടുന്ന് പോകാവൂ. അതിന് വാഗ്ദത്തം കൂടെ പ്രാപിച്ചോണം ആദ്യം. സ്തോത്രം. അപ്പോളേ ഇളകി ജനം മുഴുവൻ. കാരണം ലാഭത്തിൻ്റെ ആശ പോയി പോകുന്നു. ഇത് വെച്ചാൽ പലയിടത്തും തട്ടുകിട്ടിയേ. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. പണ്ടൊരു 6 മാസം മുമ്പ് ഞാൻ വയനാട്ടിലായിരുന്നു. എന്നോട് രാജ്യം ചോദിച്ചു, ഈ മലബാറിലാണോ കൂടുതൽ? കാരണം സുവിശേഷം പറയാൻ നല്ല ഏറിയാണത്. അതിന് പോകുന്ന നമ്മളിവിടെ ഒത്തിരി പ്രസംഗിച്ചിട്ട് ഒത്തിരി പേരുണ്ടല്ലോ നമ്മുടെ നാട്ടിലുണ്ട്. എനിക്ക് കൂടുതലും മലബാറും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളോടാണ് താല്പര്യം. അവിടെ ഒരു 10 ദിവസത്തെ മീറ്റിങ്ങാണ്. അപ്പോൾ ഒരിടത്ത് സുവിശേഷരെ കയറ്റിയില്ല. അവർ പറഞ്ഞു എനിക്ക് പോകില്ല. ഞാൻ പറഞ്ഞു പോയാൽ എന്തുവാ, അങ്ങോട്ട് പ്രവേശനം ഇല്ല ആളുകൾ. ഞാൻ ചെയ്ത് ഇന്ത്യ മഹാരാജ്യത്തിലൊരു സ്ഥലമല്ലേ, അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ. ഇവിടെ ഇന്ത്യ മഹാരാജ്യമാണ് ഇത്, ഞാൻ പോകും, പുസ്തകം കൊണ്ട് തന്നെ പോകും. അതിലേ പോയി യാത്ര ചെയ്ത് അവിടെ ചെന്ന് നമ്മുടെ സഹോദരി CK ജാനു അവരുടെ വീട്ടിൽ ചെന്നു. ചോദിച്ചു കേട്ട് പോയതാണ്. ജാനുമാടത്തെ കണ്ടു. അപ്പം അവർക്ക് സുവിശേഷത്തോടൊന്നും താല്പര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, എന്നാൽ എനിക്ക് ഇച്ചിരി സംസാരിക്കണം, മാഡം കേട്ടേ പറ്റൂ. ചായയൊക്കെ തന്നു, ചായ കുടിച്ചു. അപ്പോൾ ആ സഹോദരിയെക്കുറിച്ച് മതിപ്പ് തോന്നിയൊരു കാര്യം,
അവർ കോടികൾ ഉണ്ടാക്കിയെന്നൊക്കെ ചെറിയൊരു വീടാണ്, ലോൺ എടുത്തൊരു വണ്ടി, അത്രേ ഉള്ളൂ. അപ്പോൾ കസേര തന്നതും തന്നെ പരിമിത അന്തരീക്ഷത്തിലാണ്. ചായ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് 1 മണിക്കൂർ ഇരുന്നു. ബൈബിളും കൊടുത്തു. ഞാൻ ചോദിച്ചു, മാഡത്തിന് ഒരു കൊച്ചമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട്, മാഡത്തിൻ്റെ അറിയാമെന്ന് പറഞ്ഞു. പിന്നെ അവരുടെ ഒരു കൊച്ചമ്മ നമ്മുടെ ഒരു വിശ്വാസിയായിരുന്നു. ഒരു കാട്ടിലായിരുന്നു താമസിക്കുന്ന വനാട്ടി. ഉൾക്കാട്ടിലൂടെ സഞ്ചരിച്ച് വേണം സഭായത്തിന് പോകാൻ വേറൊരു സ്ഥലത്ത്. പുലിയും കടുവയും ആന ഇഷ്ടം പോലെ, പന്നി ഇഷ്ടം പോലൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ അമ്മച്ചിയെ പറ്റി ഗുഡ് ന്യൂസിലൊരു ലേഖനം വന്നു. ഈ അമ്മച്ചി മരിച്ചുപോയി. അമ്മച്ചി അപ്പച്ചനും ഒരു ദിവസം സഹായത്തിന് പോകാൻ വേണ്ടി രാവിലെ ഇറങ്ങുമ്പോൾ ഒരാന വന്നിട്ട് അപ്പച്ചനെ തുമ്പിക്കൈയിൽ ഇങ്ങനെ അങ്ങ് എടുത്തു. അമ്മച്ചിയുടെ ബൈബിൾ മാത്രമേ ഉള്ളൂ. അമ്മച്ചി ബൈബിളോട്ട് വെച്ചിട്ട് ഒരു വടി ചവിട്ടി ഒടിച്ചിഞ്ഞെടുത്തിട്ട് ആനക്കിട്ട് 2 എണ്ണം അങ്ങ് കൊടുത്തു. വെക്കടാ അയാളെ അവിടെ നിന്ന് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ. ആന തിരിഞ്ഞെന്തോ ഒന്നുകൂടെ കൊടുത്തു. നിന്നോടാ പറഞ്ഞ വെക്കാമെന്ന് പറഞ്ഞു. ഒന്നുകൂടെ കൊടുക്കുകയും ആന അവിടെ വച്ചിട്ട് കൊമ്പ് നിലത്ത് കുത്തി ക്ഷമ പറയുന്ന പോലെ നിന്നു കുറച്ച് നേരം. എന്നിട്ടൊരൊറ്റ ഓട്ടം പോക്കോളാൻ പറഞ്ഞു. ആലോചിച്ച് നോക്കി, ഇത് വലിയൊരു സാക്ഷ്യമായി നാട്ടി മൊത്തം. ഇതും ഈ മാഡത്തിനറിയാം, ഇതറിയോ? അറിയാമെന്ന് പറഞ്ഞു. ഞാനിത് പറയാനല്ല വന്നത്. ഈ അമ്മച്ചിക്ക് ഒരു കൊച്ചുമോനുണ്ട്. ഇത് കാര്യമെല്ലാം പരിചയപ്പെട്ട് വെച്ചു. അവനെ അറിയാം, ചെറിയ ഓർമ്മയൊക്കെ ഉള്ളൂ. ഇവരിതെല്ലാം തിരക്കല്ലേ. അവനിപ്പോൾ എവിടാന്നറിയോ? ഇല്ല, ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഡൽഹിയിൽ IAS പഠിക്കുക. പിടികിട്ടിയോ? മാഡം, ഞങ്ങളിവിടെ 10-30 കൊല്ലം മുമ്പ് ഇറങ്ങി പ്രവർത്തിച്ചു. അറിവ് കൊടുത്തു, പ്രാപ്തി കൊടുത്തു, കലാലയങ്ങളിൽ പോകാൻ അവസരം കൊടുത്തു. അവൻ നാളെ വരുന്നതേ ഉന്നത ഉദ്യോഗസ്ഥനായിട്ടാണ്. എന്തിനാ പറഞ്ഞേ? ഈ പുസ്തകം കൊണ്ട് പ്രവർത്തിക്കാൻ ഒരു ചാൻസ് തന്നെ. നാടിൻ്റെ സ്ഥിതി നമുക്ക് മാറ്റാം. ചുമ്മാ നടത്തിയ പോലെ ചെങ്ങാറുമലയെ മാറ്റിമറിക്കണം. ആപ്പിച്ച ഭാഷയോടെ വന്നിരിക്കുന്നത് നാടിനെ മാറ്റിമറിച്ചേക്കണം, തകർത്തിട്ട് പോകണം. നമ്മളിവിടെ വന്നു എന്ന് ഇരുട്ടിൻ്റെ ശക്തികൾ മുഴുവൻ അറിയട്ടെ. ഇവിടെ വലിയ സുവിശേഷത്തിൻ്റെ ആധിപത്യം, ആ കൊടി ഉയർത്തി മാത്രമേ ഇവിടെ ഏതൊരു ദിവാസനം കടന്നു പോകാവൂ. ഒരു പിതാക്കന്മാർ സുവിശേഷം പ്രസംഗിച്ച് ഇവിടുത്തെ മൺതരികൾക്ക് വരെ ഈ വചനസത്യം അറിയാം. എഴുപറ്റൂരിന്റെ മണ്ഡലത്തിൽ പരിസര പ്രദേശങ്ങളിൽ, മേത്താനത്ത്, ഈ ഭൂപ്രദേശങ്ങളിൽ നമ്മുടെ പൂർവികർ നടന്നുപോയി പ്രസംഗിച്ച വിയർപ്പൊഴിക്ക് ഈ സ്ഥലത്തെ ഫലം കൊയ്യാൻ ഞാനും നിങ്ങളും ഇന്നിവിടെ വന്നെങ്കിൽ വരും തലമുറയ്ക്ക് വേണ്ടി ചിലതൊന്നും വിതച്ചിട്ടേ പോകാവൂ. ആ വലിയ ഉത്കൃഷ്ടമായ ആഗ്രഹം ഹൃദയത്തിൽ കൊണ്ടു നടക്കണം. ഞാനും നിങ്ങളും അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഉത്തരവാണ്. നമുക്കും ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിടാം. സ്തോത്രം. ഞാൻ പതിവായി പറയുന്നൊരു കാര്യം, 8 വർഷം മുമ്പ് രാഴ്ചാൻ ഇങ്ങനെ ഒരു കൺവെൻഷൻ നടത്തി ഇത്രയും പേരൊന്നും വരത്തില്ല. ഇപ്പം ഇത്രയും പേര് വന്നു. രാഴ്ചാനോ ഞാനോ തണ്ണിപ്പാസോ ഒന്നും പ്രാർത്ഥിച്ചിട്ട് വന്നൊന്നും അല്ല. സത്യം പറഞ്ഞു പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല എൻ്റെ അർത്ഥം. രാജ് സാറേ, നമ്മുടെ പ്രാർത്ഥനയൊന്നും അല്ല കാര്യം. ഇതൊന്നും അറിയാതെ വർഷങ്ങൾക്കപ്പുറത്ത് ചില അമ്മച്ചിമാർ, അപ്പച്ചന്മാർ ഇന്നത്തെ വീടൊന്നും ഇല്ലാത്ത കാലത്ത് ഓലക്കുടിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ചെരിപ്പിടാൻ പോലും ത്രാണിയില്ലാത്ത പാവപ്പെട്ട ഉപദേശിമാർ ഈ പൂഴിമണ്ണി ചവിട്ടി ഇതുവഴി ട്രാക്ടർ എടുത്ത് നടന്നു. ഒരു ചായ കുടിക്കാൻ ശേഷിയില്ലാതെ മുട്ട വിറ്റുമൊക്കെ അമ്മച്ചിമാർ 10-50 പൈസയൊക്കെ കൊടുത്തു. അതൊക്കെ കൊണ്ട് വന്നവൻ അന്ന് കരഞ്ഞിട്ട കണ്ണീരിൻ്റെ അനുഭവത്തിലാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. വിഷമിക്കൊന്നും വേണ്ട. ഒരു വലിയ മഴയുടെ മുഴക്കം കാതുകളിൽ കേൾക്കണം. വലിയൊരു മാറ്റത്തിൻ്റെ മുഴക്കം കാതുകളിൽ കേൾക്കണം. 1000 പ്രസംഗരുടെ കരുത്തിനേക്കാൾ വലുതാ കണ്ണീരൊഴുക്കുന്ന അമ്മയുടെ അപ്പൻ്റെ ആ കരച്ചിൽ, ആ കണ്ണീര്. അനവധി അമ്മമാരുടെ കരച്ചില നമ്മളിവിടെ നിർത്തിയിരിക്കുന്ന അപ്പൻ്റെ കണ്ണീര, നമ്മളിവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, നിങ്ങളൊരു കുറവല്ല. നിങ്ങളാണ് ഞങ്ങളുടെ ഐശ്വര്യം, നിങ്ങളാണ് ഞങ്ങളുടെ കരുത്ത്, നിങ്ങളാണ് ഞങ്ങളുടെ പിൻബലം. അതുകൊണ്ട് പ്രാർത്ഥന ഒട്ടും കുറയ്ക്കാതെ വീണ്ടും നമുക്ക് ഒരുങ്ങണം. ഒരു കാര്യം ഉറപ്പാ, ഞങ്ങൾ എഫെസോസിന്റെ മണ്ണിനെ മുഴുവൻ മാറ്റും. അർത്തമീസിന്റെ ദുർമന്ത്രവാദ കോട്ടകൾ ഇടിക്കും. എല്ലാത്തരം ഇത്തരം ഇടപാടുകളെയും ചെറുത്തുതോൽപ്പിച്ച് ജയമെടുക്കും. ഈ രാത്രി ജയമെടുക്കാൻ നമുക്ക് യേശുവിന്റെ പാദാന്തികമണയാ. ദൈവകൃപ സമൃദ്ധമായി നമ്മിൽ വ്യാപരിക്കട്ടെ. പുത്തനുണർവോടെ, പുത്തൻ കൃപയോടെ ഇരുട്ടിന്റെ കോട്ടകളെ തച്ചുടച്ച് സുവിശേഷത്തിന്റെ മഹത്തരമായ സന്ദേശം ഉലകത്തോട് അറിയിക്കാനുള്ള വ്യഗ്രതയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ്യ വചനങ്ങളാൽ സമൃദ്ധമായി നമ്മളെ
അനുഗ്രഹിക്കുമാറാകട്ടെ.